ഭാഷകൾ നന്നായിട്ടെടുത്ത് അമ്മാനമാടി ജനത്തെ ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ എത്തിക്കുന്നതല്ല. ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നതുമല്ല സുവിശേഷം. അടി കൊടുത്ത് ആൾക്കാരെ ഇതിനകത്ത് കയറ്റുന്നതല്ല സുവിശേഷം. വടിവാള് ചുഴറ്റി ഭീഷണിപ്പെടുത്തി കയറ്റുന്നതല്ല. വന്നില്ലെങ്കിൽ ചുട്ടികളയും, അതല്ല സുവിശേഷം. ഞങ്ങളുടെ കൂടെ കൂടിയില്ലേ നിന്റെ പെടലി കണ്ടിച്ച് പാലത്തെ വെക്കും. ഏതാ ചെറുകോല് പാലത്തെ, അതല്ല സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാ, അത് മറ്റാരുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്ന നസറായനാകുന്ന യേശു ക്രിസ്തു, അതാണ് സുവിശേഷം. ധന്യനായ പൗലോസിലേക്ക് ഈ കാര്യം വളരെ സ്പഷ്ടമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന വാക്യം കൊണ്ട് ഒന്നിച്ച് പറയണം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച്, ചെന്നിത്തലക്കാരെ പറ്റി നല്ല കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഇനി ഞാൻ തിരിച്ചു പറയേണ്ടി വരും. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ, അതാണ് സുവിശേഷം. ആ സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല. യേശു ഞങ്ങളുടെ ആളാ, യേശു എല്ലാവരുടെ ആളാ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാ, അതൊന്നുകൂടെ അങ്ങ് ആവർത്തിക്കാം. ഈ സുവിശേഷമാണല്ലോ എപ്പോഴും പറയുന്നേ. ഞാൻ എൻ്റെ ശൈലി പറയാം. നിങ്ങൾ ഇപ്പം മിക്കവും ഉടക്കാണല്ലോ, എന്നാലും നിരക്കേടില്ല. യേശു ക്രിസ്തു കത്തോലിക്കരുടെ കുത്തകയല്ല. യാക്കോബായ, ഓർത്തഡോക്സ്, മാർത്തോമ, റീത്ത്, ലത്തീന്, ലണ്ടന്, ആംഗ്ലിക്കൻ, CMS, CSI, സാൽവേഷൻ ആർമി, ബ്രദർ, ഇവാഞ്ചലിക്കല് ഉണ്ടല്ലോ, കൽദായ സുറിയാനി, കനാനായ കത്തോലിക്കർ, കനാനായ യാക്കോബ, വിവിധ സഭകളാ. ഇവരുടെ ആരുടെയും കുത്തകയല്ല ക്രിസ്തു. നാടൻ ഭാഷയെ പറയാ, ബെന്തിക്കോസുകാരുടെയും കുത്തകയല്ല. ബെന്തിക്കോസ് തന്നെ പല വകുപ്പുണ്ട്, ഇവരുടെ ആരുടെയും കുത്തകയല്ല ക്രിസ്തു. ക്രിസ്തു മുഴു ലോകത്തിൻ്റെയും ദൈവമാണ്. ഏത് മതത്തിലും കുലത്തിലും കുടുംബത്തിലും നിറത്തിലും നിലവാരത്തിൽപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാം. ഈ മനുഷ്യന് ഈ ജാതിയും വർഗവും വർണ്ണവും എല്ലാം ഒപ്പിച്ചു വെച്ചത്. വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒഴിവാക്കി. ഈ ഇരിക്കുന്നതെല്ലാം ഒറ്റ ഒരുത്തന്റെ സന്തതിയാ. തർക്കം വല്ലതും ഉണ്ട്, ഇപ്പൊ എഴുന്നേറ്റ് പറയണം, ഇല്ല, തർക്കിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ ആ പുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്നത്. 5 ദിവസം കൊണ്ട് ഭൂചര കേചര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ച് തദനന്തരം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. കുരങ്ങ് രൂപാന്തരപ്പെട്ട് വന്നതല്ല. സ്കൂളിൽ നിങ്ങളെങ്ങനെ പഠിപ്പിച്ചേക്കുന്നത്? എങ്ങനെ പഠിപ്പിച്ചേക്കുന്നത്? കുരങ്ങ് അങ്ങനെയാണോ? അങ്ങനൊന്നും അല്ല. അത് പുള്ളിയുടെ സിദ്ധാന്തമാണ്. ഈ പുസ്തകം പഠിപ്പിക്കുന്നത് അല്ലാതെ അങ്ങനെ തന്നെ. സർവജ്ഞനായ ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. ഇത് മണ്ണാ. അതല്ലേ പിന്നെയും 10 സെന്റ് എഴുതാനല്ലേ താല്പര്യം, അല്ലേ? അമ്മാമ്മ അച്ഛനോട് കാറെ പോവുക, അച്ഛൻ നല്ല സ്ഥലമാണ്, നമുക്ക് അത് വിറ്റേച്ച് ഇത് മേടിക്കുന്നതായിരിക്കും. ഉടനെ അച്ഛൻ പറയും ഇത് നല്ലതാണ്, അത് വിൽക്കുവൊന്നും വേണ്ട, കണ്ടോ അകത്ത് കിടക്കുക മണ്ണ്, അല്ലേ? കൂടുതലും പ്രശ്നം നോക്കി അയലത്തുകാർ തന്നെ അതിര് തർക്കമല്ലേ, മണ്ണിൽ നിന്ന് എടുത്തത് തെളിവാ. പണ്ടൊക്കെ ആശുപത്രി ചെല്ലുമ്പോൾ ഡോക്ടർ രോഗികളെ ഇങ്ങനെ, ഇപ്പോഴത്തെ ചികിത്സാ സമ്പ്രദായമല്ല നേരത്തെ, അപ്പൊ നമ്മൾ സ്റ്റൂളിലിരിക്കും, പുള്ളി നല്ല കസേരയിൽ ഇരിക്കും, രോഗങ്ങളൊക്കെ ചോദിച്ചു ചില ഡോക്ടർമാരാണെങ്കിൽ വാ പൊളിച്ചേ, നാക്ക് നീട്ടിക്കേ, പഴയ രീതിക്കാ. ചെല്ലു പറയും അതേ ടോണിക്കിന് എഴുതി തരിക, എന്നെ അയണിന്റെ മണ്ണിൽ നിന്ന് എടുത്താന്നേ. അപ്പൊ ഈ മണ്ണുകൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഓർപ്പിച്ചല്ലോ, 5 ദിവസം കൊണ്ട് ഭൂചര കേചര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ചു. തദനന്തരം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു.
അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി. തനിയേയിരിക്കുന്ന ആദമിന് തക്ക തുണ കൊടുക്കാൻ വേണ്ടി സർവജ്ഞനായ ദൈവം ആദമിനെ കൊണ്ട് ഗാഠനിദ്ര, ദീർഘനിദ്ര വരുത്തി ആദമിന്റെ പാർശ്വഭാഗത്ത് നിന്ന് ഒരു വാരിയല്ലെടുത്ത് ഹവ്വായെ സൃഷ്ടിച്ച് സമീപഭാഗത്ത് കൊണ്ട് നിർത്തി. ആദാം നിദ്ര വിട്ടു, ഉറക്കം ഉണർന്ന് കണ്ട ഉടനെ ഹവ്വ നിൽക്കുന്നതാ കണ്ടത്. സൈമൺ സാറ് ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്, കൊടുത്തിരിക്കുന്ന പ്രയോഗം ഹവ്വായെ കണ്ട ആദാം അന്തം വിട്ടുപോയെന്ന. ഞാൻ പറയാറുണ്ട്, ആദാം ഒറ്റ പ്രാവശ്യം അന്തം വിട്ടോളൂ. നമ്മൾ കാണുമ്പോൾ അന്തം വിടുക. നിങ്ങൾ ചിലരോട് സംസാരിച്ച് പിന്നെ എന്തോ ഉപയോഗിച്ച വിശേഷം കാര്യം അവള് വരുന്ന ഞാൻ പോവുക എന്താ. അപ്പോൾ ഹവ്വായെ കണ്ട ആദാം അന്തം വിട്ടുപോയെന്ന. എന്തായാലും കൊള്ളാം, അന്തം വിട്ടെങ്കിലും ഹവ്വായുടെ സൗന്ദര്യത്തിന്റെ ആ വിശേഷത സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം ഇങ്ങനെ: ഉറക്കമുണർന്നവൻ കണ്ണുകൾ മന്ദം മന്ദം തുറക്കുന്നേരം ഒരു ദിവ്യമാം നാരീരത്നം തനിക്ക് മുന്നിലായി നിൽക്കുന്നു വിവാദത്തിൻ കനൽക്ക് നേർക്കായി കിടക്കുതിച്ച ഭാനു പോലെ, ഭാനുബിംബം പോലെ നിൽക്കുക. പുള്ളി ഇച്ചിരി താമസിച്ചു പോയത് യോഗം പുള്ളി അങ്ങ് മറന്നുപോയി. എന്നാലും സമയത്ത് വന്നു. ദൈവത്തിന് സ്തോത്രം കൊണ്ടുവന്നു. അത് ഇടയ്ക്ക് ഈ പാട്ട് പാടിയതാ ഒത്തത്. ആരാധിച്ചപ്പോ ഇടയിലെ പരിപാടിയെല്ലാം അങ്ങ് നടന്നു. പുള്ളി ഇല്ലെങ്കിൽ ഒരു ചെറിയ പ്രയാസം നമുക്കും ഉണ്ടാകും. ഉറക്കമുണർന്നവൻ കണ്ണുകൾ മന്ദം മന്ദം തുറക്കുന്നേരം ഒരു ദിവ്യമാരീരത്നം തനിക്ക് മുന്നിലായി നിൽക്കുന്നു വിവാദത്തിൻ കനൽക്ക് നേർക്കായി കിഴക്കുതിച്ച ഭാനു പോലെ. അപ്രതീക്ഷിതമായ കാഴ്ചയിൽ വിവശനായി ഇപ്രകാരം ആദമൻ ഉള്ളത്തിൽ ഉച്ചരിച്ചു. അതാ പറയാ, എന്ത് ഞാൻ കാണുന്നത് ചന്തമേറിയ കാഴ്ച. ഹവ്വായെ കണ്ടത് നല്ല ചന്തമായിട്ട് നിൽക്കുക, അല്ലാതെ മുടിയും ചെയ്യുകയല്ല, കുളിക്കാരോ നനയ്ക്കാരോ ഒന്നും അല്ല. ഹവ്വ നിങ്ങളുടെ കാര്യമല്ല, പറഞ്ഞ ഉടനെ അങ്ങ് മുഖം വല്ലാതാകുന്നു. എന്ത് ഞാൻ കാണുന്നത് ചന്തമേറിയ കാഴ്ച. ഹന്ത മണ്ണിലീ ഭൂമിൽ പിണ്ടിതാകൃതിയായോ ചന്ദ്രനെ വെടിഞ്ഞിങ്ങി ചന്ദ്രിക വരാവതോ സാന്ദ്ര സൗഭാഗ്യമെന്തൊരുന്നവ സൃഷ്ടി. വാനവ പരിശയിലെങ്ങാനുമാണോ വരില്ലാനാദികൾ കൽപ്പഭേദമോർത്തു കണ്ടാൽ കേശഭംഗിയും മുഖാംബുജത്തിൽ ആശികൻ പോലെ കളിയാടുന്നതിയും പുഞ്ചിരി കൊണ്ട് തിരിയ ജാതിയും വശപ്പെടും. അഞ്ചിതമായ ദന്തപ്രഭയും മുകുളവും. നല്ല പല്ലായിരുന്നെന്ന് ചിലക്ക് ഇതെല്ലാം കേട്ടിട്ട് അങ്ങ് അരിശം വരുന്ന തള്ളയോട്. ദന്തപ്രഭയും മുകുളവും പാടലാതരം മനോമോഹനം നാശികയും പേടമാനടിപണിതിയിടുന്ന മിഴികളുടെ ഉല്ലസൽക്കല്ലോലം പോലുള്ള ഗഞ്ചില്ലി യുഗം നല്ലോട് അടിമത്തെ വെല്ലുന്ന ഗണ്ഡങ്ങളും. ഇതെല്ലാം വിവരിക്കുന്നില്ല. ഇപ്പൊ തന്നെ ചൊല്ലിയിട്ട് തന്നെ നിങ്ങൾക്ക് അത്ര സന്തോഷം വരുന്നില്ല. അതുകൊണ്ട് ഇനി വിവരിച്ചാൽ പിന്നെ ഉള്ള സന്തോഷം കൂടെ പോകും. എന്തായാലും സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവമാണ്. അപ്പോൾ ആദ്യ മനുഷ്യനാകുന്ന ഏകനാകുന്ന ആദമിൽ നിന്നാണ് സകല മനുഷ്യരാശിയും ഈ ഭൂമിയിൽ പോയിരിക്കുന്നത്. ഒരുത്തനിൽ നിന്ന്. അവൻ ഭൂതലത്തിൽ നിന്നും കുടിയിരിക്കുവാൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. പിന്നെ മനുഷ്യന് ഇതിന്റെ ഈ വകുപ്പുണ്ടാക്കി വെച്ചേക്കുന്നത്. ഞങ്ങൾ ഇച്ചിരി കൂടിയ പുള്ളിക്കാരാ, നിങ്ങൾ അത്ര കൂടിയത് അല്ല. പണ്ട് എഴുത്തച്ഛൻ രാമായണത്തിൽ ഒരു പ്രയോഗം ഉണ്ടായിരുന്നു. ബ്രാഹ്മണോകം നരേന്ദ്രോഗമാഡ്യോഗം എന്നിങ്ങനെ നാമ്രേടിതം കലർന്നിടുന്ന ശാന്തരെ. ബ്രാഹ്മണോകം നരേന്ദ്രോഗം ആഡ്യോഗം എന്നിങ്ങനെ നാമ്രേടിതം കടന്നിടുന്ന ശാന്തരെ. ജന്തുക്കൾ ഭക്ഷിച്ച് കാച്ചിച്ചു പോകലും ബന്ധു വെണ്ണീറായി ചവഞ്ഞു പോകലും മണ്ണിന് കീഴായി കൃമികളായി പോകലും. മനുഷ്യനാണ് ഈ തരംതിരിവെല്ലാം ചേരിതിരിവെല്ലാം ഉണ്ടാക്കിയത്. ദൈവത്തിന് ഇത് വിഷയമല്ല. യേശുക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, ഒരു സംഘടനയുടെ ദൈവമല്ല, കുറെ വ്യക്തികളുടെ ദൈവമല്ല. യേശുക്രിസ്തു മുഴു ലോകത്തിന്റെ ദൈവമാണ്.
നീ ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാകട്ടെ, ഏത് കുടുംബത്തിൽ പിറന്ന വ്യക്തിയാകട്ടെ, ദൈവത്തിന് ഇത് വിഷയമല്ല. ഇന്ന് രാത്രി യേശുക്രിസ്തുവിനായി ജീവിക്കുവാൻ നിന്റെ ജീവിതം സമർപ്പിച്ച് നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടുക. Praise the Lord. അപ്പോൾ യേശുക്രിസ്തു, അതാണ് സുവിശേഷം. ഈ സുവിശേഷത്തെ തകർക്കുവാൻ അനേകര് കച്ചകെട്ടി രംഗത്ത് വന്നിട്ടുണ്ട്. ധാരാളം ആൾക്കാർ സുവിശേഷത്തെ, ഈ മാർഗത്തെ തച്ചുടയ്ക്കുവാൻ, തൂത്തുകളയുവാൻ, തുടച്ചു മാറ്റുവാൻ അനേക രംഗത്ത് വന്ന്. പേരുകളൊന്നും ഇപ്പൊ പൊതുവിൽ പറയേണ്ട കാര്യമില്ല, ചരിത്രം പഠിക്കുന്നവർക്കറിയാം. എന്റെ ഭാഷ പറയാം, കച്ച അഴിഞ്ഞു പോയതല്ലാതെ സുവിശേഷത്തിന് ഒരു കോട്ടവും വന്നിട്ടില്ല, ഇനി വരത്തുമില്ല. കാരണം ഇതാ, ഇത് ചത്തടിഞ്ഞ മാർഗമല്ല, ഉയർത്തു കയറിയ മാർഗമാണ്. ഇന്നും അത് ജീവിക്കുന്നു. CSIയിലെ പാടുന്നൊരു പാട്ടുണ്ട്, മാർത്തോമക്കാരും അത് പാടാറുണ്ട്. CSI എന്ന് മാർത്തോമ എന്നുമൊക്കെ ആ സഭ മാറ്റാൻ വന്നതല്ലേ? ആ സഭയിൽ പോകുന്ന ആരെങ്കിലും ഉണ്ട് എന്ന് കൈപൊക്കിക്കേ. ഇവിടെ ആരും ഇല്ലയോ? രണ്ട് സഹോദരിമാരേ ഉള്ളൂ. എല്ലാവരും ബന്ധുക്കോസുകാരാ? കൊച്ച നീ കൂടെ എവിടെ പോ, അവിടെ അങ്ങനെ വിധി. അപ്പൊ അവിടെ പാടുന്നൊരു പാട്ടുണ്ട്, നമുക്ക് പാടാം. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, പല കുനിക്കുമേ, അതു ബഹു സന്തോഷമേ. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, പല കുനിക്കുമേ, അതു ബഹു സന്തോഷമേ. പിടിക്കണം പേയും കോട്ടണം, പിടിക്കണം ജാതി ഭേദങ്ങൾ മുടിക്കണം, സ്നേഹത്തിൻ കൊടി പിടിക്കണം, യേശുരാജന്റെ സുവിശേഷ കൊടി കോട്ടത്തോ ഉയർത്തിയിടണം. വേഗം ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. അപ്പോൾ സുവിശേഷത്തെ തകർക്കുവാൻ അനേകര് രംഗത്ത് വന്നു. സുവിശേഷത്തിന് ഒരു കോട്ടം വന്നിട്ടുമില്ല, ഇനി വരത്തുമില്ല. സുവിശേഷത്തെ തകർക്കാൻ പല നിലകളിൽ പലരും പരിശ്രമിക്കുന്നുണ്ട്. ഒന്നും ഞാനിപ്പം വിവരിക്കുന്നില്ല. സുവിശേഷത്തിന് ഒരു കുഴപ്പവും വരികയില്ല. ഇത് ഉയർത്തു വന്ന മാർഗമാണ്. പ്രൈസ് ദി ലോർഡ്. അല്ല, സുവിശേഷം വന്നതാണല്ലോ നമുക്ക് ഗുണം വന്നത്. എന്റെ ഭാഷ ഞാൻ അങ്ങ് പറയുക, ചരിത്രം പഠിക്കുന്നവർക്ക് നന്നായിട്ട് ആ കാര്യം അറിയാം. നേരും ചൊവ്വനും തുണി കൊടുക്കാനൊത്തത് സുവിശേഷം വന്നതുകൊണ്ട്. അച്ചായനും അച്ചായന്റെ അച്ചായനും ആ അച്ചായന്റെ അച്ചായനും ആ അപ്പച്ചന്റെ അപ്പച്ചനും ഒക്കെ ഇതുപോലെ വെള്ളത്തുണി ഉടുത്തുകൊണ്ട് ചെന്നിത്തലയിൽ കൂടെ പോയാൽ ആരും ഒന്നും പറയത്തില്ല. പക്ഷേ എൻ്റെ വല്യപ്പൻ്റെ അപ്പൻ വെള്ളത്തുണി എടുത്തുകൊണ്ട് നടക്കാനൊക്കത്തില്ലായിരുന്നു. ചെന്നിത്തല എന്നല്ല, പുള്ളിയെങ്ങാനും എടുത്തോണ്ട് തല കാണുകയല്ല, പിന്നല്ലേ ചെന്നിത്തല. അല്ല, മറ്റവർ വന്ന് തലയെടുക്കുമായിരുന്നു. ശബ്ദം ഉണ്ടാക്കും, ഹോയ് ഹോയ് ഓടി ഒളിച്ചോണം. ഇത്ര അടി അകലം. ആ പറഞ്ഞ അടിക്ക് ദൂരം മാറി ഇന്നലെ വേറെ അടി സ്പെഷ്യൽ വരുന്നുണ്ട്. അല്ല, നിങ്ങൾ ചെന്നിത്തല പുഞ്ച ഇവിടെ അടുത്തല്ലേ? പഴയ ആൾക്കാരോട് ചോദിച്ചാൽ പറഞ്ഞത് മനുഷ്യനെയും കാളയും കൂടെ വെച്ചല്ലേ പണ്ട് ഉഴുതുകൊണ്ടിരുന്നത്. ആശാൻ പണ്ടൊരു പാട്ട് പാടി, അവസ്ഥ കണ്ടുകൊണ്ട് പാടിയതാ. മറ്റുള്ളവർക്കായുടാനും നടുവാനും കറ്റ കൊയ്യാനും മെതിക്കുവാനും, മറ്റുള്ളവർക്കായി ഊഴാനും നടുവാനും കറ്റ കൊയ്യാനും മെതിക്കുവാനും,
പറ്റുമീ കൂട്ടർ ഇരുകാലി മാടുകൾ മറ്റു കൃഷിപ്പണി ചെയ്യുവാനും. പറ്റുമീ കൂട്ടർ ഇരുകാലി മാടുകൾ മറ്റു കൃഷിപ്പണി ചെയ്യുവാനും. അപ്പൊ കാളയോട് ചേർത്ത് അല്ലെ മാടിനോട് ചേർത്ത് മനുഷ്യനെ വെച്ച് ഉടുകുന്ന ഒരു കാലം. ഒരു സായിപ്പ് കടന്നു പോയപ്പോഴാ ഇങ്ങനെ കണ്ടു. സായിപ്പ് ബക്രി കഴിഞ്ഞ് വിളിച്ചേച്ച് ബംഗ്ലാവിൽ കൊണ്ടുപോയി. പിന്നെ തേച്ച് കുളിപ്പിച്ച് എൻ്റെ ശൈലി പറയുക, അക്ഷരമൊക്കെ പഠിപ്പിച്ച് പുസ്തകവും കൊടുത്തു. അങ്ങനെ പുള്ളി രക്ഷപ്പെട്ടെന്നുള്ളതാ. പറഞ്ഞു വന്നത് ഈ സുവിശേഷം വന്നതുകൊണ്ടാണ്. നേരും ചൊവ്വിനും രണ്ടക്ഷരം കൂട്ടി വായിക്കാൻ പഠിച്ചത് സുവിശേഷം വന്നത് കൊണ്ടാണ്. ഞാൻ ചില യോഗങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ എനിക്കങ്ങ് സന്തോഷമായി. ഇപ്പം അമ്മച്ചിമാരൊന്നും അധികം കാണുന്നില്ല. ഇപ്പം അമ്മച്ചിയാണെന്നും അറിയത്തുമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ചട്ടയും മുണ്ടുമൊക്കെ എടുത്ത് ഇരിക്കുമ്പോൾ കാണുമ്പോൾ അറിയാം അത് അമ്മച്ചിയാ. അപ്പൊ പഴയ ഞങ്ങളുടെ അമ്മമാരെ യോഗത്തിന് ഓറി ജീസസ് അത് വായിക്കാനും എഴുതാനും പോലും തള്ളക്ക് അറിയത്തില്ല. എന്നാലും വെച്ച് അലകുക ഒക്കെ സുവിശേഷം വന്നത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. പഴയ അമ്മമാര് പറയും, എന്നാ അമ്മയോട് പറയാൻ എന്ന് എഴുതി ഇങ്ങ് തരാൻ പറഞ്ഞു. പിന്നെ എന്റെ ഭാഷ പറയാ, രണ്ട് ഇംഗ്ലീഷ് പറയാനൊത്തത് സുവിശേഷം വന്നത് കൊണ്ടാണ്. സ്തോത്രം. നീ യോഗ്യമായിട്ട് വസ്ത്രം ധരിച്ചത് ഈ സുവിശേഷം വന്നത് കൊണ്ടാണ്. വഴി കൂടെ അന്തസ്സായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആമൻ നടക്കുന്നു. ഇപ്പം വണ്ടിയിലൊക്കെ പോയി 80 പോകുന്ന കുഴപ്പം സൂക്ഷിച്ചോടെ ബേബി. പക്ഷെ ഇതൊക്കെ വന്നത് ഈ സുവിശേഷം വന്നത് കൊണ്ടാണ്. പള്ളിക്കൂടത്തിൽ കയറ്റുകയല്ലായിരുന്നു. പണ്ട് പള്ളിക്കൂടത്തിൽ ഒരു പെങ്കൊച്ചിനെ ഇരുത്തിയെന്ന് പറഞ്ഞ് പള്ളിക്കൂടത്തിന് തീ വെച്ച് കളഞ്ഞു. പഠിത്തം ഇഷ്ടമല്ലായിട്ടല്ല, ആ പെങ്കൊച്ചിനെ അവിടെ സ്കൂളിൽ കയറ്റി ഇരുത്ത. അതാ വിഷയം. അതാ പള്ളിക്കൂടത്തിന് ഒരു തീ വെച്ചു. തിരുവനന്തപുരത്ത് തീ വെച്ചപ്പം കുമ്പനാടിനടുത്ത് പൂവത്തൂർ ഉണർവ് നടന്ന സ്ഥലം. ആ പൂവത്തൂർ ഉണർവ് ഭയങ്കര ഉണർവാ. പള്ളിക്കൂടത്തിന് തീ വെച്ചെന്നുള്ളതാണ്. അതൊന്നും ഞാനിപ്പോൾ വിവരിക്കുന്നില്ല. എന്നെക്കാൾ അറിവുള്ളവരാണ് എന്നെ കേൾക്കുന്നത്. ഞാനൊന്ന് രണ്ട് ദൃഷ്ടാന്തങ്ങൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇതിനെല്ലാം മാറ്റം വരുത്തിയത് ഈ സുവിശേഷം വന്നതുകൊണ്ട്. ഒന്നിച്ചൊരു കല്യാണ പന്തിയിൽ ഇരിക്കുകയല്ലായിരുന്നു, ഇരുത്തുകയല്ലായിരുന്നു. എല്ലാം മാറി സുവിശേഷം വന്നതാ. അങ്ങനെ അടുക്കടുക്കായിട്ട് എന്തെല്ലാം കാര്യം പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സുവിശേഷമാണ് നമ്മൾ യോഗ്യരാക്കി തീർത്തത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാ, ഏത് സ്ഥലത്തും എവിടെയും പറയാൻ കൊള്ളാവുന്ന ഒന്നേ ഉള്ളൂ, അത് സുവിശേഷമാണ്. ആ സുവിശേഷം കർത്താവാകുന്ന യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് സ്വർഗ മഹിമകൾ വിട്ട് ഇഹലോകത്തിൽ ഇറങ്ങി വന്ന നസറേയനാകുന്ന യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം. ആ സുവിശേഷത്തിൽ നിന്ന് ഇന്ന് രാത്രി നമ്മൾ വായിച്ചത് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 14-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യമാണ്. നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നവർക്കറിയാം, സുവിശേഷ പുസ്തകങ്ങൾ 4 എണ്ണമാണ് പ്രാരംഭത്തിൽ. മത്തായി എഴുതിയ സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം. സുവിശേഷം 4 സുവിശേഷം 1 ഉള്ളു. പക്ഷേ ആ സുവിശേഷം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ വിശേഷതകളാണ് 4 പേരും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാനുണ്ട്, യേശു ക്രിസ്തു രാജാവാണ്. യേശു ക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനായി ഈ ഭൂമിയെ ജീവിച്ച് തെളിയിച്ചയാളാ. യേശു ക്രിസ്തു ദാസനായിട്ട് ഈ ഭൂമിയെ ജീവിച്ച് സ്തോത്രം തെളിയിച്ചയാളാ. മാത്രമല്ല യേശു ക്രിസ്തു നിത്യ സത്യ ദൈവമായ ഏക ദൈവമാണ് ക്രിസ്തു. അപ്പൊ യേശു ക്രിസ്തുവിന്റെ രാജ്യത്വം, മനുഷ്യത്വം, ദാസ്യത്വം, ദൈവത്വം, ഇതാണ് ഈ 4 പേരും എഴുത്തുകളിൽ കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ വിശേഷത യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. യേശു ക്രിസ്തുവാണ് ഏകദൈവം, യേശു ക്രിസ്തുവാണ് സത്യദൈവം, യേശു ക്രിസ്തുവാണ് നിത്യദൈവം, യേശു ക്രിസ്തുവാണ് ജീവനുള്ള ദൈവം. അതാണ് യോഹന്നാൻ തെളിയിക്കുന്നത്. ഈ യോഹന്നാന്റെ സുവിശേഷത്തിന് മറ്റു സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തതകൾ ഒത്തിരി ഉണ്ട്. എല്ലാം ഇപ്പോൾ ഓർപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്. മറ്റു 3 പേരും രേഖപ്പെടുത്താത്ത പല കാര്യങ്ങളും യോഹന്നാന്റെ സുവിശേഷത്തിൽ കൂടിയാ ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നത്. ഉദാഹരണം, കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി, അത് മറ്റു 3 സുവിശേഷത്തിൽ ഇല്ല, യോഹന്നാന്റെ സുവിശേഷത്തിലേ ഉള്ളൂ. അതുപോലെ തന്നെ രാത്രിയിൽ യേശു ക്രിസ്തുവിന്റെ അടുക്ക വന്ന് നിക്കോദോമാസ്, അവർ തമ്മിലുള്ള സംഭാഷണ പരമ്പര, അത് മറ്റ് 3 സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ കൂടിയാ നമ്മളത് പഠിക്കുന്നത്. മാത്രമല്ല, ശമരിയാക്കാരി സ്ത്രീയുമായിട്ട് യേശു സംഭാഷിക്കുന്ന ആ സംഭാഷണ പരമ്പര, അത് മറ്റ് 3 സുവിശേഷത്തിലില്ല, യോഹന്നാന്റെ സുവിശേഷത്തിലാ അത് നമ്മൾ നന്നായിട്ട് വായിച്ച് ഗ്രഹിക്കുന്നത്.
അതുപോലെ തന്നെ മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമാകുന്ന ലാസറിന് യേശു ഉയർപ്പിച്ചു. ഇത് മറ്റു 3 സുവിശേഷത്തിലില്ല, യോഹന്നാന്റെ സുവിശേഷത്തിലേ ഉള്ളൂ. അതുപോലെ തന്നെ പെരുത്ത മീൻകൂട്ടം മലയിലകപ്പെട്ടത്, മറ്റു 3 പേര് മീൻപിടുത്തമൊക്കെ പറഞ്ഞെങ്കിലും പെരുത്ത മീൻകൂട്ടം മലയിലകപ്പെട്ട വിഷയം യോഹന്നാന്റെ സുവിശേഷത്തിലാണ് നമ്മൾ വായിച്ച് ഗ്രഹിക്കുന്നത്. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിന് ഒത്തിരി വിശേഷതകളുണ്ട്. അപ്പോൾ ഓർപ്പിച്ചല്ലോ, യേശുക്രിസ്തു ദൈവമാണെന്ന് യോഹന്നാൻ തെളിയിക്കുക. ഞാൻ കൂടെ കൂടി ഇങ്ങോട്ട് വരുന്നത്, ഇത് എനിക്ക് ശബ്ദം ഇത് കിട്ടുന്നുള്ളൂ, ഇത് ഒരെണ്ണല്ലേ മുന്നേ ഉള്ളു. അപ്പം താഴെ ഇറങ്ങാൻ സാധ്യതയുണ്ട്. സ്തോത്രം. അല്ലെങ്കിൽ എന്നെ താഴെ ഇറക്കാനാണല്ലോ ഒത്തിരി പേരും നോക്കുന്നത്. എന്നാലും സൈമച്ചൻ എന്നെ മേളിലോട്ട് കയറ്റിയത് കൊണ്ട് നന്ദി. അപ്പൊ ശ്രദ്ധിക്കുക, അല്ല പിള്ളേരെ എന്നത് ഞെരടുന്നുണ്ടോ? ഇവിടെ തുടരുത്. യേശു പറഞ്ഞ പോലെ ഇപ്പൊ തുടരുത്, യോഗം കഴിഞ്ഞാൽ തൊടാം. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷത്തിന്റെ മാഹാത്മ്യം, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത, യേശുക്രിസ്തു ഓർപ്പിച്ചല്ലോ ഏക സത്യ നിത്യ ദൈവമാണെന്ന് തെളിയിക്കുക. യേശുക്രിസ്തു സത്യദൈവം, യേശുക്രിസ്തു നിത്യദൈവം, യേശുക്രിസ്തു ഏകദൈവം, യേശുക്രിസ്തു സാക്ഷാൽ ദൈവം, യേശുക്രിസ്തു ജീവനുള്ള ദൈവം. ഈ കാലയളവിലാണെങ്കിൽ മനുഷ്യരെ എല്ലാം ദൈവമാക്കുന്ന ഒരു പ്രവണതയിലേക്ക് വന്നിരിക്കുക. നമ്മളെക്കാൾ ആർക്കേലും അല്പം ശക്തിയോ വിശേഷതയോ ഉണ്ടെങ്കിൽ ഉടനെ അത്, ഇപ്പൊ സൈമച്ചനെ ഒരു അത്ഭുതം കാണിച്ചോണ്ട് സൈമച്ചൻ അങ്ങ് ദൈവമാകുക. പിന്നെ സൈമച്ചനും പുള്ളിയുടെ കുഴപ്പമല്ല, പുള്ളി ആയതുകൊണ്ട് നമുക്ക് പറയാം. പിന്നെ പുള്ളി അങ്ങ് ദൈവം കളിച്ചിരിക്കുക. മനുഷ്യരാരും ദൈവമല്ല. ഈ ദൈവത്തിന്റെ വിശേഷതകളുണ്ട്. എന്തുവാ ദൈവത്തിന്റെ പ്രത്യേകതകൾ? എല്ലാം വിവരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. ഒന്ന്, ദൈവ സർവജ്ഞാനിയാ. ദൈവത്തിന് ഭാഷാപ്രോബ്ലം ഒന്നുമില്ല. ഇംഗ്ലീഷിൽ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും, ഹിന്ദി പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും, മലയാളത്തിൽ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും, ഫ്രഞ്ച് ഭാഷയിൽ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും, അറബി പറഞ്ഞാലും ദൈവം കേൾക്കും. എന്നാൽ ഇന്ന് ചില മനുഷ്യരെ വേറെ ഭാഷ അറിയാൻ മേല. ഇതാരാ? അത് ദൈവമാണ്. കൂടെയുള്ളതാരാ? അത് ദൈവത്തിന് പരിഭാഷയ്ക്കുള്ള ആളാണ്. ദൈവത്തിന് ഭാഷാ പ്രോബ്ലമില്ല, അവിടുന്ന് സർവജ്ഞാനിയാണ്. മാത്രമല്ല, ദൈവം, ഒരാൾ ദൈവം ആകണമെങ്കിൽ ദൈവത്തിന്റെ വേറൊരു വിശേഷത, സകലത്തെ സൃഷ്ടിച്ചവനായിരിക്കണം ദൈവം. ഈ കാണുന്ന അണ്ടകടാകത്തെ, ഈ കാണുന്ന സകല ചരാചരങ്ങളും നിർമ്മിച്ചൊരു ദൈവമുണ്ട്, അതാ ക്രിസ്തു. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, സകലതും അവനായിട്ട് ഉളവാക്കി, അവൻ ഉളവാക്കി ഈ കാണുന്ന സകല ചരാചരങ്ങളെയും. ഈ അണ്ടകടാകത്തെ പണ്ട് ചൊല്ലുമല്ലോ, ബ്രഹ്മാണ്ടം, കോടിടാണ്ടം, പ്രകടിത ഘടകം, തൽപ്പലാണ്ടം, ത്രിനാണ്ടം, ഡംബൻ. ഈ കാണുന്ന അണ്ടകടാക 9 കോടിയോട് 30 ലക്ഷം മൈൽ അമ്പരക്കുമാർ അകലത്തിലാണ് അസ്കരൻ. പ്രേക്ഷകരനീട്ടുള്ള നക്ഷത്രം ആകമാന സൂക്ഷ്മമായ 60 കോടി എന്നറിയണം. ആ ഭൂവിലും മടങ്ങഴും പ്രാവുകൻ ബൃഹസ്പതി 8 ചന്ദ്രന്മാരുടെ 12 ലക്ഷാധികം. അർക്കനും നേതൃഷ്ടമാം 5 ലക്ഷം കോടികൾ ദൂരവേ ചലിക്കുന്നു. ഭൂഗോളം ഇതിൻ വ്യാസം സഹസ്രാഷ്ടകം മൈൽ, ആകവേ 28,000 പരിണാഹമെന്ന എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന അണ്ടകടാകത്തെ സൂര്യചന്ദ്ര നക്ഷത്ര ബിംബാദികളെ താരസഞ്ചയം കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ വാരി വിതറി ഒന്നൊന്ന് കൂട്ടുമുട്ടാതെ അതെല്ലാം കൃത്യത്തിന് കറങ്ങി നിൽക്കുക. ഈ കാണുന്ന സകല ചരാചരങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച ഒരുവനുണ്ട്, സർവജ്ഞനായ ദൈവം, ഏകദൈവം, നിത്യദൈവം, സത്യദൈവം, സാക്ഷാൽ ദൈവം. ഒരു വാക്യം തെളിവിന് വായിച്ചോ, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 11. ഒരാൾ ദൈവമാകണമെങ്കിൽ കുറഞ്ഞ പക്ഷം ഈ ക്വാളിറ്റി വേണമെന്നായി പറഞ്ഞതിന്റെ അതിന്റെ മറുവശം. ആ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. മതി. അന്ന് ഞങ്ങളുടെ ജോൺസൺ പാസ്റ്ററുടെ ബന്ധുക്കാരിയല്ലയോ? മാമോ? കാവാലത്തിരുന്ന പിന്നെ മൂടിയിരുന്നാലും എനിക്ക് പിടികിട്ടി. നല്ലൊരു ദൈവദാസിയാ, ദൈവം അനുഗ്രഹിക്കട്ടെ. ആ ദേശത്ത് വന്ന് നല്ല സാക്ഷ്യത്തോടെ ശുശ്രൂഷ ചെയ്ത മാന്യ കർത്തൃദാസ്. ഇനി മൈക്ക് കൊണ്ടൊന്ന് വായിച്ചു. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ കർത്താവേ, നീ സകലവും സൃഷ്ടിച്ചവനാ. ഈ കാണുന്ന സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചവൻ ദൈവമാണ്. അതുകൊണ്ട് ഒരാൾ ദൈവം കളിക്കുന്നെങ്കിൽ ഇതൊക്കെ സൃഷ്ടിച്ചതായിരിക്കണം. അതാ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ മനുഷ്യരാരും ദൈവമല്ല. ഈ കാണുന്ന സകലത്തെ നിർമ്മിച്ച ഒരുവനുണ്ട്.
അണ്ടകടാകത്ത് ബ്രഹ്മാണ്ട കോടിനാണ്ടത്ത് ഈ ഭൂചര കേചര വസ്തുക്കളെ നിർമ്മിച്ചൊരു ദൈവമുണ്ട്. അത് സർവജ്ഞനായ ദൈവമാണ്. സ്തോത്രം. ചൊന്നുണ്ട് മൂലവാക്കുമന്നു വനബിതപിൽ വർണ്ണ ജ്യോതിർഗണങ്ങൾ നിന്നു ആകാശതമ മുഖപതമു കാലാന്തരത്തിൽ ഭൂതരേതനമൂകളുടനയായി തന്നെയും അല്ല തോകജനങ്ങളും കൊടുതേകുടനായി നേരെ മറിച്ചു നായകനെ ായി തന്നെയും അല്ല വനങ്ങളപകടനും മൃഗങ്ങൾ നാട്ടിലെ മൃഗഗണങ്ങൾ ഇവയുണ്ട് ദിനമറിഞ്ഞുണ്ട്. വനങ്ങളപകടനും മൃഗങ്ങൾ നാട്ടിലെ മൃഗഗണങ്ങൾ ദിനമറിഞ്ഞുണ്ട്. വെള്ളങ്ങളിൽ നീരിൽ വസിച്ച പരമേശ്വരൻ വെള്ളങ്ങളിൽ നീരിൽ വസിച്ച വെള്ളങ്ങളിൽ നീരിൽ വസിച്ച പരമേശ്വരൻ വെള്ളങ്ങളിൽ നീരിൽ വസിച്ച. അപ്പൊ ശ്രദ്ധിക്കുക, സമയമില്ലാത്തത് കൊണ്ട് പാട്ടെല്ലാം നമ്മൾ ഇന്നങ്ങ് ചുരുക്കുക. അപ്പോൾ ഈ കാണുന്ന സകലത്തെ സൃഷ്ടിച്ച ദൈവം. അപ്പോൾ ദൈവം ഒന്ന് സർവജ്ഞാനി ആയിരിക്കണം, രണ്ട് സർവത്തെ സൃഷ്ടിച്ച ആളായിരിക്കണം, മൂന്ന് സർവത്തിന്റെ മേലെ അധികാരം ഉണ്ടായിരിക്കണം. കാറ്റെ അടങ്ങാൻ പറഞ്ഞപ്പോ അന്നേരം അടങ്ങി, പിശാചെ വിട്ടുപോകാൻ പറഞ്ഞപ്പോ അന്നേരം വിട്ടുപോയി. മരിച്ചവരോട് പറഞ്ഞു എഴുന്നേറ്റ്, മഞ്ചത്തോലെ തൊട്ടതേ ഉള്ളു, കൊച്ചൻ ചാടിയും എഴുന്നേറ്റു. ലാസറിന്റെ കല്ലറൊക്കെ പോയി. അവര് സഹോദരിമാര് കരഞ്ഞപ്പം മാനുഷിക നിലയിലൊന്ന് കരഞ്ഞെങ്കിലും പുറത്തോട്ട് വരാൻ പറഞ്ഞു. അത് നേരെ പുറത്ത് വന്നു. സ്തോത്രം. സകലത്തിന്റെ മേലും അധികാരി. സ്തോത്രം. സന്ധ്യ ആയപ്പോ പറഞ്ഞ് അക്കരയ്ക്ക് പോകാന്ന്. ശിഷ്യന്മാരോടത്തിൽ എന്തിനാ പോകുന്നത്? അവരത് ഗോസ്പൽ ടൂറാ. ചാടി എല്ലാം കൂടെ വള്ളത്തെ കയറി. യേശു വന്നപ്പോൾ അവസാനം എൻ്റെ ചെറിയ ചിന്ത അങ്ങനെ വിശദമായിട്ട് എഴുതിയിട്ടില്ലെങ്കിലും കർത്താവിനൊടുവിൽ സീറ്റില്ല. നടുപ്പടി സെക്രട്ടറി പിടിച്ചു. വായിക്കോല് രണ്ടു വശവും കമ്മിറ്റിക്കാർ കയറി. കൂമ്പിന്റെ അവിടെ ട്രഷാർ ഇരുന്ന്, കാരണം പുള്ളിയുടെ കാഴ്ച ഉള്ളത് കൊണ്ട് എൻ്റെ ശൈലിയിൽ അങ്ങ് പറയുക. പിന്നെ കർത്താവ് വന്നപ്പം അമരത്ത് ഉള്ളതാണ്. അല്ല, അമരത്ത് തലവെക്കാനുള്ളതിൻ്റെ കാരണവും കൂടെ പറയാം. അപ്പോസ്തല പ്രവൃത്തിയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അമരം തിരുകിട കേമത്താൽ ഉടഞ്ഞെന്ന. അപ്പോൾ കാറ്റ് കയറി അടിച്ചാൽ ആദ്യം കയറി പിടിക്കുന്ന സ്ഥലം അമരമാണ്. നിങ്ങൾക്ക് ചെന്നിത്തലക്കാർക്ക് വള്ളത്തിൻ്റെയും വെള്ളത്തിൻ്റെയും കാര്യം പറയണ്ടല്ലോ, അമരമാണെന്നല്ല കളന്നിരിക്കുന്നേ. അപ്പൊ കാറ്റ് കയറി പിടി, ചെന്നിത്തല പൂഞ്ച നിറഞ്ഞു കിടക്കുമ്പോൾ വള്ളത്തെ പടിഞ്ഞാട്ടൊന്ന് പോയേ, കാറ്റ് ആദ്യം പിടിക്കുന്ന എവിടാ അച്ഛാ? ചെന്നിത്തലക്കാരനല്ലയോ? അമരത്താ പിടിക്കുന്നത്. അപ്പൊ ആദ്യം കാറ്റ് കയറി പിടിച്ചാൽ അമരത്തടിക്കും. ആദ്യം തകർന്നു പോകാൻ സാധ്യതയുള്ള ഭാഗം അമരമാണ്. എന്റെ ഭാഷ പറഞ്ഞ അവിടെ യേശു അങ്ങ് കൈയേറ്റു. ദൈവമക്കളോട് ഒരു ദൂത് പറയാ, തകർച്ചയുടെ ഭാഗം യേശു ഏറ്റെടുക്കും. നീ തകർന്നു പോകാൻ യേശു അനുവദിക്കത്തില്ല. കാറ്റടിക്കുന്ന സ്ഥലം, കാറ്റ് കയറി പിടിക്കുന്ന സ്ഥലം അമരമാകിയാൽ യേശു അമരത്തങ്ങ് കയറി. അമരത്ത് കയറി തലകണ വെച്ച് കർത്താവ് ഉറങ്ങുക. ആ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം, വിവരിക്കണ്ടല്ലോ. സ്തോത്രം. സുഖകരമായ യാത്രയായിരുന്നു ആരംഭത്തില്. പണ്ട് തന്നെ ഒരു അപ്പച്ചൻ ഒരു പാട്ട് പഠിപ്പിച്ചായിരുന്നു. പന്തിരുവരും പരമഗുരുവും ചെറിയൊരു പടകിൽ വലിയൊരു പടകിൽ യാത്രകളിലയ കടലിൽ. പന്തിരുവരും പരമഗുരുവും വലിയൊരു പടകിൽ യാത്രകളിലയ കടലിൽ. പന്തിരുവരും പരമഗുരുവും വലിയൊരു പടകിൽ യാത്രകളിലയ കടലിൽ. വലിയൊരു പടകിൽ യാത്രകളിലയ കടലിൽ. നിദ്രയിലാണ്ടു അവർ ഭദ്രത പൂണ്ടു. കർത്തനേശു
കാത്തിരുന്നു നിദ്രയിലാണ്ടു അവർ ഭദ്രത പൂണ്ടു. അപ്പൊ ശ്രദ്ധിക്കുക, സകലത്തിന്റെ മേലും അധികാരമുള്ളവനാ ദൈവം. കാറ്റ് ശക്തമായി പടക ആടുകുലഞ്ഞ് തിര തള്ളിക്കയറുമാറായി അവൻ നാദാ നശിച്ചു പോകുന്നത് നിങ്ങൾക്ക് നിനക്ക് വിചാരമല്ലോ എന്ന് ചോദിച്ചു. യേശു എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, അടങ്ങാൻ പറ. അന്നാലും അടങ്ങി. അതാ ദൈവം. സകലത്തിന്റെ മേലും അധികാരമുള്ളവൻ, ഈ പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവൻ, രോഗങ്ങളുടെ മേൽ അധികാരമുള്ളവൻ. ഇന്ന് രാത്രി രോഗപീഠയിൽ വലഞ്ഞ് ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിന്നെ സൗഖ്യമാക്കുന്ന യേശുവുണ്ട്. നിന്റെ അസ്ഥിക്കകത്ത്, ധമനിക്കകത്ത്, ഞരമ്പിനകത്ത്, രക്തത്തിനകത്ത് കുടിയിരിക്കുന്ന രോഗാണുക്കളെ ഉരുക്കി മാറ്റുന്നവനാ യേശു. അതിവേഗത്തിലോടുന്ന ദൈവത്തിന്റെ വചനം. ചികിത്സകൾ ചെയ്തിട്ടും ഭേദമില്ലാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ യേശു നിന്നെ സൗഖ്യമാക്കും. അവന്റെ അടിപ്പുണരാൽ സൗഖ്യമാ. വിശ്വസിച്ച് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യ. നിന്റെ മാറാ രോഗത്തിനും തലമുറയുടെ രോഗമാകട്ടെ, വീട്ടിൽ രോഗികളായി കിട്ടാച്ചാ വന്നത് മതി. ഇവിടെ നിന്ന് വിശ്വസിച്ച് സ്തോത്രം ചെയ്യ. ഇന്ന് രാത്രി അതിവേഗത്തിലോടുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. അവ പുതുഭാഷയിൽ സംസാരിക്കും. അവൻ മരണകരമായത് കടിച്ചാലും എന്റെ ഭാഷ പറഞ്ഞ കുടിച്ചാലും നിനക്ക് ഹാനി വരത്തില്ല. സൗഖ്യമാക്കുന്ന യേശു. ഇന്ന് രാത്രി വന്നതുപോലെ തിരിച്ചു പോകരുത്. നീ സൗഖ്യമത്തോടെ തിരിച്ചു പോകാവോ? അതിവേഗത്തിലോടുന്ന വചനം, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. അവിടുത്തെ അടിപ്പുണരാ നിനക്ക് സൗഖ്യമാ. ഇന്ന് രാത്രി ഈ ഭവനാങ്കണത്തിൽ രോഗപീഠകളിൽ വലിയുന്നവർ, ദൂരത്തിരുന്ന് കേൾക്കുന്നവർ, യേശു നിന്നെ സൗഖ്യമാക്കും. അംശജാല വൈഡപ്രമന, ഇന്ന് രാത്രി വിടുതലെടുത്ത് തിരിച്ചു പോകുക. രോഗിയായിട്ടായിരിക്കും വന്നത്, പക്ഷെ സൗഖ്യത്തോടെ തിരിച്ചു പോകണം. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. മിസ്രയീമ്യർക്ക് വരുത്തൊരു വ്യാധിക്ക് ഞാൻ നിനക്ക് വരുത്തുകയില്ല. അവന്റെ അടിപ്പുണരാ നിനക്ക് സൗഖ്യം വന്നിരിക്കുക. നിരാശയോടായിരിക്കും വന്നത്, ഇന്ന് രാത്രി തിരിച്ച് നൃത്തം ചെയ്ത് വേണം തിരിച്ചു പോകാൻ. ഈ പെന്തിക്കോസ് യോഗത്തിന്റെ പ്രത്യേകത ഭാരത്തോട് നിരാശയോടൊക്കെ ആയിരിക്കും വരുന്നത്. പക്ഷെ യോഗം കഴിഞ്ഞാൽ പടക്കുതിര പോകും പോലെ പോകണം. നമ്മുടെ ആരാധനയ്ക്കാണ് വിശേഷത. ഉദാഹരണം ഞാൻ പറയാറുണ്ട്. ഉദാഹരണമാ, ഉടക്കുണ്ടാക്കരുത്. 50 ലക്ഷം കടം, കടക്കാർ ഫോൺ ചെയ്യുന്നു, വാതുക്ക വന്ന് നിൽക്കുന്നു. ഉദാഹരണമാ, ഭയങ്കര പ്രശ്നം. അമ്മാമ്മ ഞായറാഴ്ച രാവിലെ സഭായത്തിന് പാലുണ്ടെങ്കിൽ 50 ലക്ഷം കടക്കാരന് അച്ചായൻ എന്ന് പറഞ്ഞ അച്ചായ വാ യോഗത്തിന് പോ. കടം ഞാൻ ജീവിക്കണമെന്ന് പോലും. അമ്മാമ്മ ഇച്ചിരി വെട്ടമുള്ളേ, വാ നിങ്ങൾ വാ. നിർബന്ധിച്ച് പിടിച്ചു വലിച്ചേ ബാ. ഓ പെട്രോൾ ഇല്ലടി. ഓ സ്തോത്രം, അതൊക്കെ കാണും. അവിടെ ഓള് വരെ എല്ലാനുണ്ട്. പുള്ളിക്ക് ഈ താല്പര്യം ഇല്ലാഞ്ഞിട്ടായി ഈ പെട്രോൾ ഇല്ലെന്നൊക്കെ. പിന്നെ ഒരു കാര്യത്തിൽ ഉന്തി തള്ളി പുള്ളി സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നും ബൈക്ക് സ്റ്റാർട്ടാകുന്നില്ല. നിരാശയുടെ അടിയല്ലേ. 5-6 അടി അടിച്ചിട്ടും അമ്മ പറഞ്ഞു നിങ്ങൾ ചരിച്ചിട്ടേച്ചൊന്ന് അടിക്കേ. അള്ളാഹ് ഇതെല്ലാം അറിയാം. അരിച്ചിട്ട് ഒരടി, പിന്നെ 2-3 അടി അടിച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് രസിപ്പിക്ക്. എല്ലാം തള്ള പറഞ്ഞു കൊടുക്കണം. പുള്ളി 50 ലക്ഷം വലിയ കടം. ഈ കടത്തോടെ അവസാനം വളരെ ക്ഷീണിച്ച ബൈക്ക് വിടുന്നതേ. എന്നാലും ഭാരമാ, മനുഷ്യനല്ലേ. അവസാനം ഒരു തരത്തിന് ചെന്നപ്പം സഭായകം തുടങ്ങി. അതിന് കേൾക്കുന്നത് പാസ്റ്റർ പറയാ, പ്രാർത്ഥിച്ച് സഭായകം ആരംഭിക്കാം. പുള്ളി പറഞ്ഞു നീ അങ്ങോട്ട് കയറിക്കോ. എന്നെ പറഞ്ഞു നിങ്ങളോട് വാ കയറി. ഒരു തരത്തിൽ പുറകെ വന്നിരിക്കുക. അന്നേരം നമ്മുടെ പാസ്റ്റർമാരില്ലയോ, കർത്താവേ ഞങ്ങൾ സഭായമായിട്ട് കൂടി വരികയാണ്. ഇന്ന് പകൽ വന്നിരിക്കുന്ന എല്ലാവരും വിടുവിക്കണം. യാത്രയിലുള്ളവരെ കൂട്ടുവരുത്തണം, തക്ക സമയത്ത് കൂട്ടുവരുത്തണം. രോഗത്താൽ ഭാരപ്പെട്ട ആരേലും ഉണ്ടെങ്കിൽ അവരെ വിടുവിക്കണം. കടഭാരത്താൽ വലയുന്ന ആരേലും വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ഇതെല്ലാം കൂടെ ചേർത്തൊരു പ്രാർത്ഥന. അപ്പൊ പുള്ളിക്കൊരു ചെറിയ അന്നേരം പുള്ളി വന്ന് പുറകിയിരുന്നു. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞുകൊണ്ട് പാസ്റ്റർ പറഞ്ഞു നമുക്കൊരു പാട്ട് പാടി ദൈവത്തെ. അന്നേരം പാട്ടുകാരോട് പറയല്ലേ മറ്റേ പാട്ട് പാടരുത്, വായ്പ വാങ്ങാനിട മിണ്ടിപ്പോരുത് നീ. അവൻ യോഗം വിട്ടേച്ച് എഴുന്നേറ്റ് പോകും. സ്തോത്രം.
അന്നേരം ഏത് പാട്ട് പാടണമെന്നായിരിക്കും പറഞ്ഞുതരാം. ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടും, തൻ സ്തുതി എപ്പോഴും എന്നാവിന്മേലുണ്ട്. ഓ എന്റെ ഉള്ളം ഞാനിൽ പ്രശംസിച്ചിടും. എന്റെ ഉള്ളം ഞാനിൽ പ്രശംസിച്ചിടും. ഓ എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. ഓ എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. ഈ പാട്ട് പാടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നായി എൻ്റെ അതിൽ ഓരോ വരികള് മനസം പുള്ളി തകർന്ന 5 അടി അടിച്ചിട്ടാ ഇവിടം വരെ തകർന്നു വന്നിരിക്കുക. അന്നേരം ഇത് പാടുമ്പോ കൊള്ളും കയറി. മനസം തകർന്നവർക്കും രക്ഷ നൽകും ദൈവം, ദുഃഖിതർക്കാശ്വാസമേകാൻ. ഇങ്ങനെ പോയാ അങ്ങ് പോകും, ഓടിച്ച് പറയാം. അപ്പൊ ഈ പാട്ട് പാടി. അപ്പൊ പുള്ളി നിരാശയോടെ ആ പുറകിലത്തെ ബെഞ്ചിൽ ഇരുന്നെങ്കിലും അടുത്ത സ്റ്റാൻസാ കേട്ടപ്പോ ചെറുതായിട്ടൊന്ന്, ഭാഷന്മാരും മിടുക്കന്മാരാണെങ്കിൽ കാര്യങ്ങളങ്ങ് മൂക്കും. അപ്പോൾ മറ്റേ പാട്ട് പാടരുതേ. ഏതാ? അവൻ ആർക്കും 50 ലക്ഷം കടമായിട്ട് വന്നിരിക്കുക. ആ പാട്ട് കുഴപ്പമാണെന്നല്ല, അത് അന്നേരം പാടണ്ട. സഭായം തുടങ്ങുമ്പോൾ അത് വേണ്ട. അപ്പൊ 2 പേര് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ മാന്യ സഹോദരിമാരും ചില അപ്പച്ചന്മാരും വന്നില്ല, എന്റെ ഭാഷ കോള് കൊള്ളിച്ച് പ്രാർത്ഥിക്കും. അപ്പൊ അവരും പറയും, കർത്താവേ, നിരാശയോടെ ഭാരത്തോടെ ആരാധനയിൽ ആരെങ്കിലും സംബന്ധിക്കുന്നെങ്കിൽ ഈ ആരാധന കഴിയുമ്പോൾ രട്ടടിച്ച് സന്തോഷത്തെ ഉടിപ്പിച്ച് വിലാപത്തെ നൃത്തമാക്കി തീർക്കണം. അന്നേരം ബേബി ഒന്നുകൂടെ ഒന്ന് 50 ലക്ഷം ബേബി കടം. ഉടനെ ആരാണ് പ്രാർത്ഥന കഴിയുമ്പോൾ പാസ്റ്റർ പറയും, ഒരു പാട്ടുകൂടെ പാടി നമുക്ക് ദൈവത്തെ. പഴയ അമ്മമാരുണ്ടെങ്കിൽ അന്നേരം പാടും, ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൻ കണ്ണൂനീർ കുടിച്ചെന്നാലും ജയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും. ശ്രദ്ധിച്ചേ, ഈ പാട്ടൂടെ പാടിയമ്മ ബേബി അടിമുറുക്കി. ഇതാ പെന്തിക്കോസ്, ഇതാ പെന്തിക്കോസ്. അടിമുറുക്കിയപ്പോൾ പാസ്റ്റർ പറഞ്ഞു, നമുക്ക് പഴയ രീതിയിലെ ആരാധനയാണ് ഞാൻ പറയുന്നത് കേട്ടോ. പാസ്റ്റർ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 46-ാം സങ്കീർത്തനം ഗാനപ്രതിഗാനമായി നല്ല ട്യൂണിൽ അങ്ങോട്ട് പാസ്റ്റർ പറഞ്ഞു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്ന കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുക്കി സമുദ്രമത്തെ വീണാലും ഒരു കോപം കൊണ്ട് വെള്ളം വരച്ച് കളിഞ്ഞാലും നാം ഭയപ്പെടുകയില്ല. ഒരു നദിയുണ്ട്, അതെല്ലാം കൂടെ വായിച്ചേച്ച് പാസ്റ്റർ ഒരു 10 മിനിറ്റ്. സങ്കേതവും ബലവുമാകുന്ന ദൈവം, ആര് കൈവിട്ടാലും കൈവിടാത്ത ദൈവം, ഹല്ലേലൂയ, ഉപേക്ഷിച്ചാലും തള്ളിക്കളയാത്ത ദൈവം, നശിച്ചു പോകാൻ അനുവദിക്കാത്ത ദൈവം. അന്നേരം ബേബി മുണ്ടൊക്കെ വന്ന് വലിച്ചിട്ട് ബൈബിൾ വന്ന് തുറന്ന് 46 ബേബി എടുത്തു. ഇതാ പെന്തിക്കോസ്, അതാ പെന്തിക്കോസിന്റെ വിശേഷത. അത് കഴിയുമ്പോ സാക്ഷ്യം. പാസ്റ്റർ പറഞ്ഞു, ആർക്കും അധികം സാക്ഷ്യത്തിന് സമയമില്ല, ഒരു ഗസ്റ്റ് പാസ്റ്റർ ഉണ്ട്, ഞാനാന്ന് വെച്ചു. ഞാനാന്ന് പിന്നെ പറയാതിരിക്കുന്നതായിരിക്കും കൂടുതൽ. എന്നാലും അങ്ങ് ഇരുന്നപ്പോ ഒരു അമ്മച്ചി എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ ഈ പെന്തിക്കോസ് വന്നപ്പോൾ വളരെ നിരാശയും രോഗവും, എനിക്ക് വീടുമില്ലായിരുന്നു, ആമേൻ സ്വോത്രം, യാതൊരു ഗതിയും ഗത്യന്തരമില്ല. പക്ഷെ എന്റെ ദൈവം എന്നെ സഹായിച്ചു, എന്റെ കുഞ്ഞുങ്ങളെ ദൈവം മാനിച്ചു. ഒത്തിരി കഷ്ടതയും ദുരിതവും ദുഃഖവും അനുഭവിച്ചു, പക്ഷെ പ്രാർത്ഥിച്ചു, ദൈവം ഞങ്ങൾക്ക് വിടുതല നൽകി. അന്നേരം ബേബി അമ്മേനെ ഒന്ന് നോക്കി. ഇതാ പെന്തിക്കോസ്. പിന്നെ ഒരാഴ്ചയൊക്കെ ഒന്ന് എടുത്ത് കഴിഞ്ഞ് പറയും, ഇപ്പം ഗസ്റ്റ് പാസ്റ്റർ ഉള്ളത് കൊണ്ട് അദ്ദേഹം അല്പസമയങ്ങൾ സംസാരിക്കും. നമ്മൾ അതിന് നല്ല കൊള്ളിച്ച വാക്യം അങ്ങോട്ട് എടുക്കും. സ്തോത്രം. എൻ്റെ ദൈവമോ, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്നെ ധനത്തിനുണർത്തുവാൻ ക്രിസ്തുവേശു പൂർണ്ണമായി തീർത്തു തരും. ബുദ്ധിമുട്ട് തീർക്കുന്ന ദൈവം. അതുകൊണ്ട് ഒരു പ്രസംഗമൊക്കെ കഴിയുമ്പം ബേബി നല്ല തടിപ്പുറത്തെ വെടി പോലാകും. യോഗമൊക്കെ കഴിഞ്ഞ് ബേബി പോകുന്ന ഒറ്റയടിക്ക് ബൈക്ക് സ്റ്റാർട്ടായി. അതാ ഒറ്റയടിക്ക് സ്റ്റാർട്ടായി. ഇപ്പൊ കയറി ഇടിയെന്നും അത്ര സാധനം അകത്തോട്ട് കയറിയേക്കുന്നേ. സ്തോത്രം, സ്തോത്രം. ആ കല്ലുമൂട് വളവെല്ലാം ബേബി വീശിയാ എടുക്കുന്നേ. അതാ പെന്തിക്കോസ്, അതാ പെന്തിക്കോസ്. ഇതിനകത്ത് വരുന്നവർ വിടുതൽ പ്രാപിക്കും.
എത്രയെത്ര തകർന്ന കുടുംബങ്ങൾ രക്ഷപ്പെട്ടു, എത്ര മദ്യപാനികളുടെ കുടുംബങ്ങൾ രക്ഷപ്പെട്ടു, ആത്മഹത്യയുടെ വക്കിൽ നിന്ന് എത്ര കണ്ണും രക്ഷപ്പെട്ടു. അല്ല, പെന്തിക്കോസ് ആൾക്കാരെ കൂട്ടുന്ന മാർഗമല്ല, നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുക, നിന്റെ കുടുംബത്തിന്റെ അന്തത മാറുക. ഞാനൊരു കാര്യം പറയാം, ആഭിചാരവും മന്ത്രവാദവും ക്ഷുദ്രപ്രയോഗമുള്ള വീടുകൾ കാണും. അവൻ എന്ത് ചെയ്തിട്ടും പരിഹാരം വരാത്തവരോട് ഞാൻ പറയാ, അവൻ അഭിഷേകം പ്രാപിച്ച ബന്ധുക്കോസുകാരൻ നിന്റെ വീട്ടിൽ വന്ന് എന്റെ ഭാഷയാ അവൻ മുഴങ്കാലം അടക്കി തമ്പാറും ഒക്കെ എടുത്ത് നടിച്ച് പാട്ടുപാടി മറുഭാഷ പറഞ്ഞാൽ 4-ാം വേദക്കാരനെ കെട്ടുപൊട്ടും. സകല ആഭിചാരവും മാറും, ക്ഷുദ്രപ്രയോഗം മാറും, സകല ബന്ധനങ്ങളെ അടിക്കുന്നതാ ദൈവശക്തി. ഇന്ന് രാത്രി വിശ്വസിച്ച് അനുഭവിക്കുന്നവർ സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്ത്. നിന്റെ ഭവനത്തിന്റെ അന്ധതയ്ക്ക് ദൈവം ഇന്ന് രാത്രി മാറ്റം വരുത്തും. ഹല്ലേലൂയ. സകലത്തിന്റെ മേലും അധികാരമുള്ളവൻ, സകലത്തെയും നിയന്ത്രിക്കുന്നവൻ, സകലത്തെയും ചരിക്കുന്നവൻ, ഭരിക്കുന്നവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അവിടുന്ന് സർവജ്ഞാനിയാ, അവിടുന്ന് സർവശക്തനാ, അവിടുന്ന് സർവത്തെയും സൃഷ്ടിച്ചവനാ, അവിടുന്ന് സർവവ്യാപിയാ. ഈ കാണുന്നതെല്ലാം അവിടുന്ന് സൃഷ്ടിച്ചതാ. അതേ സമയത്ത് ഭയപ്പെടുന്നത് കൊണ്ട് ഞാൻ പെട്ടെന്ന് അച്ഛനോട് എടുക്കുക. ദൈവത്തിന് മഹത്വം. യേശു ക്രിസ്തു ഏക ദൈവം. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ദൈവത്വമാണ് യോഹന്നാൻ തെളിയിച്ചിരിക്കുന്നത്. അത്ഭുതങ്ങളുടെ ദൈവം നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു നിരവധി അത്ഭുതം ചെയ്തു. യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം കൂടെ എഴുതിയ പുസ്തകം ലോകത്തിൽ പോലും ഒതുങ്ങത്തില്ല. ധാരാളം അത്ഭുതം യേശു ചെയ്തു. തന്റെ അടുക്ക വന്ന ഒറ്റ രോഗി പോലും നിരാശയോടെ പോയിട്ടില്ല. വന്നവർക്കെല്ലാം സൗഖ്യമാണ്. ഏത് വിഷയത്തിൽ ഭാരപ്പെട്ട ആര് വന്നോ അവരാരും നിരാശയോടെ തിരിച്ചു പോയിട്ടില്ല. അവർക്കെല്ലാം യേശു വിടുതൽ കൊടുത്തു. 10 കുഷ്ഠരോഗി വന്നു, 9 നന്ദിയില്ലെന്ന് കർത്താവിനറിയാം. പക്ഷെ 10 കർത്താവ് സൗഖ്യം കൊടുത്തെന്നുള്ളതാണ്. നന്ദി കെട്ടവർ കൂടെ നന്മ ചെയ്തവനാ ക്രിസ്തു. ആ ക്രിസ്തു ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, ചുട്ടുപടിപ്പിച്ച വെള്ളോട്ടിന് സദൃശമുള്ള പ്രാണമുള്ളവനായി, 7 നക്ഷത്രം വലങ്കിൽ പിടിച്ച് നിലവിളക്കണ നടുവിൽ നിലയും കതിരിച്ച് നടകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രി ഇവിടെ നടകൊള്ളുന്നുണ്ട്. എന്തിന്? നിന്നെ വിടുവിക്കുവാൻ, നിന്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ, നിന്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ, നിന്റെ തകർച്ചകൾക്ക് മാറ്റം വരുത്തുവാൻ, നിന്റെ നിരാശകളെ മാറ്റി ഇന്ന് രാത്രി രട്ടടിച്ച് സന്തോഷത്തെ ഉടിപ്പിച്ച് വിലാപത്തെ നൃത്തമാക്കി ആദരിക്കുവാൻ കഴിവുള്ളവൻ ഇന്ന് രാത്രി ഈ നടുവിലുണ്ട്. അനുഭവിച്ച് വിശ്വസിച്ച് സ്തോത്രം ചെയ്യുന്നവരെ ഓർത്ത് ദൈവത്തിന് മഹത്വം. അപ്പൊ യേശുക്രിസ്തുവിന്റെ ദൈവത്തെ ഓടിച്ചു പറയാ. 1-ാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാടായി ക്രിസ്തു പരിലസിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാനാണ് അവിടുന്ന് തിരുരക്തം നമുക്ക് വേണ്ടി ചിന്തിക്കുന്നത്. അവിടുത്തെ രക്തത്തിന്റെ വിശേഷത പാപമില്ലാത്ത രക്തമാണ്. അവ യോഹന്നാൻ വിളിച്ചു പറയാ, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അവൻ പാപം ചെയ്തു. ആ പാപത്തിന് പരിഹാരം യേശു ക്രിസ്തുവിൽ കൂടി മാത്രം. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ ഒന്നും മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുകയല്ലെന്ന ഈ പുസ്തകം പഠിപ്പിക്കുന്ന അത് അങ്ങനെ തന്നെയാ. പിന്നെ എന്തോന്നുകൊണ്ട് പാപം പരിഹാരം വരുത്തും? ഭൗതിക വസ്തുക്കൾ കൊടുത്താലൊന്നും പാപത്തിന് പരിഹാരം വരികയല്ലെന്ന പുസ്തകം പഠിപ്പിക്കുന്നത്. ഏത് പുസ്തകം? സത്യവേദ പുസ്തകം. ആടിനെ കൊടുത്താലൊന്നും പാപത്തിന് പരിഹാരം വരികയില്ല. അവൻ ഭൗതിക വസ്തുക്കൾ കൊടുത്തത് കൊണ്ട് പാപത്തിന് പരിഹാരം വരികയില്ല. ഈ പുസ്തകം തിരുവചനം പഠിപ്പിക്കുന്നത് പാപത്തിന് പരിഹാരം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ. അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നിന്നെ ശുദ്ധീകരിക്കും. നിന്റെ അകൃത്യങ്ങൾ രക്താംബരം പോലെ ഇരുന്നാൽ, എത്ര കടുംചുമപ്പായിരുന്നാൽ പഞ്ഞി പോലെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ പര്യാപ്തമായ രക്തമാണ് യേശുവിന്റെ പരിശുദ്ധ രക്തം. അവിടുത്തെ രക്തം നിർമ്മല രക്തമാ, അവിടുത്തെ രക്തം പരിശുദ്ധ രക്തമാ, അവിടുത്തെ രക്തം പുണ്യാക രക്തമാ, അവിടുത്തെ രക്തം വിലയേറിയ രക്തമാ, അവിടുത്തെ രക്തം ഗുണകരമായി സംസാരിക്കുന്ന രക്തമാ. ഈ രക്തം വിലയേറിയ രക്തമാ. മാത്രമല്ല, ഈ രക്തത്താൽ നിനക്ക് രോഗശാന്തി ഉണ്ട്, ഈ രക്തത്താൽ സമാധാനമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് ഈ രക്തത്താൽ നമുക്ക് ജയമുണ്ട്. ഇന്ന് രാത്രി ജീവിതത്തിൽ പരാജയത്തിന്റെ പടുകുടിയിൽ പോയ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ആത്മഹത്യ പരിഹാരമല്ല, നാടുവിടുന്ന പരിഹാരമല്ല, അവൻ വിഷം കഴിക്കുന്നത് പരിഹാരമല്ല, റെയിൽവേ പാളത്തിൽ തലവെക്കുന്നത് പരിഹാരമല്ല, അവൻ മദ്യവും മയക്കുമൊന്നും ഒന്നും പരിഹാരമല്ല. പരിഹാരം യേശുവിലുണ്ട്. സകല പ്രശ്നങ്ങൾക്ക് അവിടുന്ന് പരിഹാരം തരുന്നവനാണ്. അപ്പൊ 1-ാം അധ്യായത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് യേശു ക്രിസ്തുവിന്റെ കുഞ്ഞാടെന്നും, ദൈവ കുഞ്ഞാടെന്നും, അറക്കപ്പെട്ട കുഞ്ഞാടെന്നും, കുരടറക്കപ്പെട്ട കുഞ്ഞാടെന്നും, യോഗ്യനായ കുഞ്ഞാടെന്നും, അവൻ സേഫേറിയ കുഞ്ഞാടെന്നൊക്കെ അലങ്കാര ഭാഷയിൽ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു ക്രിസ്തുവാണ് സകലത്തിനും പരിഹാരം വരുത്തുന്നവൻ. അപ്പോൾ ലോകത്തിന്റെ പാപം കടന്നു പോകുന്ന യേശുവിനെ ചൂണ്ടിക്കൊണ്ടല്ലോ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിലും 1-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യത്തിലും ആമ ശങ്ക കൂടാതെ യോഹന്നാൻ വിളിച്ചു പറഞ്ഞത് വായിച്ച്. 1-29, 1-35 യോഹന്നാന്റെ സുവിശേഷം.
പുറകിൽ ഒരു അമ്മാമ വായിച്ചിട്ടുണ്ട്. ഓൺലൈനിലുള്ളവർക്ക് കേൾക്കില്ല, അവരുടെ അറിവിനെ പറ്റി പറഞ്ഞതേ ഉള്ളൂ. ഇനി വേണേ മൈക്കിൽ കൂടെ ഒന്ന് വായിച്ചു. അമ്മാമേ ദൈവം അനുഗ്രഹിക്കട്ടെ. ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ഒരു കുഞ്ഞാടിനെ കാണുന്നു. അത് ഇസഹാക്കിന് പകരം അറക്കപ്പെടുന്ന കുഞ്ഞാടാ. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വീടൊന്നിന് ഒരാട്ടിൻകുട്ടി, അത് കുടുംബങ്ങൾക്ക് വേണ്ടി അറക്കപ്പെടുന്ന കുഞ്ഞാടാ. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ അസസ്സേലിന് ചീട്ട് വീടുന്ന ആടിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. അത് ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് വേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ട കുഞ്ഞാടാ. എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി 22 വ്യക്തിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട കുഞ്ഞാട്. പുറപ്പാട് 12 കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ട കുഞ്ഞാട്. ലേവ്യ 16 ആ 12 ഗോത്രങ്ങൾ, ഇസ്രായേൽ ജനം, യഹൂദ ജനം, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രത്യേക ജനമെന്ന് അവകാശപ്പെടുന്ന ഇസ്രായേലിന് വേണ്ടി മാത്രം വേർതിരിക്കപ്പെടുന്ന കുഞ്ഞാട്. എന്നാൽ യോഹന്നാന സുവിശേഷം 1-ാം അധ്യായത്തിലെ കുഞ്ഞാട് വ്യക്തിക്കും കുടുംബത്തിനും ഗോത്രങ്ങൾക്കും മാത്രമല്ല, മുഴു ലോകത്തിനും വേണ്ടി. ഇത് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ ചെന്നിത്തലക്കാർക്കും വേണ്ടിയായി കുഞ്ഞാടറക്കപ്പെട്ടത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാ ദൈവ കുഞ്ഞാടാകുന്ന യേശു രക്തം ചിന്തിയത്. അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ സകല പാപങ്ങളും പരിഹരിക്കപ്പെടും. നീ യേശു സമീപേ പോയോ കുഞ്ഞിച്ചോ കുഞ്ഞാട്ടി രക്തത്തിൽ പൂർണ്ണസേനം ഈ നിമിഷം തൻ ശുദ്ധി ആയോനേ കുളിച്ചോ കുഞ്ഞാട്ട് ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമപ്പോൾ നീ കളങ്കമോ നീ കുളിച്ചോ കുഞ്ഞാട്ടിൽ രക്തത്തിൽ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമപ്പോൾ നീ കളങ്കമോ നീ കുളിച്ചോ കുഞ്ഞാട്ടിൽ രക്തത്തിൽ. സകല പാപങ്ങളും പരിഹരിക്കുന്ന യേശുക്രിസ്തുവിന്റെ പുണ്യാക രക്തം. ഇന്ന് രാത്രി ഒരു സാധനവും കൊടുക്കണ്ട, ഒന്നും ഭൗതിക വസ്തുക്കൾ, വസ്തു എഴുതി കൊടുക്കണ്ട, വീട് കൊടുക്കണ്ട, സ്ഥലം കൊടുക്കണ്ട, ഭൗതിക ആടനെ കൊടുക്കണ്ട, മാടനെ കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. ഇരിക്കുന്ന കിടത്ത്, കേൾക്കുന്ന കിടത്ത്, ആയിരിക്കുന്ന കിടത്ത് ഇത്രം പ്രാർത്ഥിച്ച്, യേശുവേ ഞാനൊരു പാപിയാ, എന്റെ പാപത്തെ പരിഹരിക്കണമേ, എന്നെ രക്ഷിക്കണമേ, എന്റെ ഉള്ളത്തിലേക്ക് വരണമേ എന്ന് ഇന്ന് രാത്രി ആര് പ്രാർത്ഥിക്കും അവരെ യേശു രക്ഷിക്കും. നിന്റെ സകല പാപങ്ങളും പരിഹരിക്കും. ആരോടും നിന്റെ പാപമേറ്റ് പറയണ്ടേ. ആ കോച്ചനോട് ചെന്ന് പാപമില്ലാത്ത പുള്ളി വരുമ്പോൾ എടുക്കിടക്കുക. എന്നാ തെക്കോട്ടിയല്ല, അവിടെ തള്ള ഇരിപ്പുണ്ട്, എന്നാ തള്ള പടിഞ്ഞാട്ടെ അള്ളയോടും പറയണ്ട, അപ്പനോടും പറയണ്ട, അമ്മയോടും ആരോടും പറയണ്ട. പറയേണ്ടത് യേശുവിനോട് പറ. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഇന്ന് രാത്രി നിന്റെ രക്ഷയുടെ ദിനമാകട്ടെ. ഓടിച്ചു മുമ്പോട്ട് പോകാം. 1-ാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം. ഞാൻ 2-ാം അധ്യായത്തെ ഇങ്ങനെ പറഞ്ഞത്, 2-ാം അധ്യായം കണ്ടെത്തലുകളുടെ അധ്യായമാണ്. ഓരോരുത്തരെ കാണുക, എല്ലാം വിവരിക്കുന്നില്ല. 2-ാം അധ്യായം ഇങ്ങനെ അടുക്കടുക്കായിട്ട് പഠിച്ച 28 പ്രാവശ്യം കണ്ടു എന്ന് എഴുതിയിട്ടുണ്ട്. അതൊന്നും ഇപ്പം വിവരിക്കുന്നില്ല. നിങ്ങളിപ്പോൾ ചിന്തിക്കുക, പുള്ളി വയ്യ തുടങ്ങുന്നതേ ഉള്ളൂ, 28 പ്രാവശ്യം ഇല്ലല്ല, അതിന്റെ പരിവർത്തനം നിർത്താം. 2-ാം അധ്യായം കണ്ടെത്തലുകളുടെ അധ്യായമാണ്. അതിലൊരു ആളിനെ കണ്ടെത്തുക, നദനയേല്. അപ്പോൾ യേശു ഇദ്ദേഹത്തെ കണ്ടെത്തി. അപ്പൊ ചോദിച്ചു, ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ ഇവനിൽ കപടമില്ല. സാക്ഷാൽ ഇസ്രായേലിൻ ഇവനിൽ. പുള്ളി ചോദിച്ചു, എന്നെ എവിടെ വെച്ച്? അന്നേരം എന്താ പറഞ്ഞേ? നീ അത്തയുടെ കീഴിലിരിക്കുമ്പം, എന്റെ ഭാഷയെ പറഞ്ഞ നീ എവിടെ ഇരുന്നാലും യേശു നിന്നെ കാണും. ഒരുത്തം പണ്ട് സാമാനങ്ങളുടെ ഇടയിൽ പോയി ഓടിച്ചു സൂക്ഷിച്ച് അവനെ അവിടെ നിന്ന് പൊക്കി. ഇവിടെ അത്തിയുടെ കീഴെ ഒരുത്തൻ ഇരിക്കുന്നു, യേശു അവനെ കണ്ടു. അന്നേരം ഒരുത്തൻ അത്തിയുടെ മേളിലിരിക്കുന്നു, അവനെയും യേശു സൂക്ഷം നടന്ന് നിന്ന് ആ ചോട്ട് നിന്നിട്ട് പറഞ്ഞ്, ഉരുണ്ട് വീടരുത്, പെട്ടെന്ന് ഇറങ്ങി വരാൻ പറഞ്ഞു. ഉരുണ്ട് വീടെന്നൊന്നും എഴുതിയിട്ടില്ല, അത് എൻ്റെ ശൈലി ഞങ്ങൾ പറയുക. ആളി കുറുകിയവനെ
കാണാനുള്ള വാഞ്ച ഉള്ളവനെ നന്നായിട്ട് അവൻ അറിയിക്കും. ഈ എല്ലാം നല്ല നെടുപ്പമുള്ളവരാ. പുള്ളി കുറുകിയ കൊണ്ട് ഈ ഇടയിൽ കൂടെ ഓടിയാൽ പ്രശ്നമാണ്, കാണാനൊക്കത്തില്ല. പുള്ളി മുന്നേ ഓടി ചെന്ന് അത്തയുടെ മേളിൽ കയറിയിരിക്കുക. പുള്ളി കട്ടിയ ആഗ്രഹമുള്ള എനിക്ക് യേശുവിനെ ഒന്ന് കാണണം. സർവജ്ഞാനി അല്ലയോ കർത്താവ്. അവൻ്റെ ആ നല്ല ആഗ്രഹത്തെ യേശു അറിഞ്ഞു. ഇറങ്ങി വാ, ഇന്ന് നിന്റെ വീട്ടിലാന്ന് പറഞ്ഞു. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ അവിടെ നിന്ന് തൃപ്തിപ്പെടുത്തും. അങ്ങനെ അതല്ല പുസ്തകത്തിൽ വാക്യം, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ അതിനകത്താക്കും. ഈ നമുക്കൂടൊരു താല്പര്യം വേണം. ഞങ്ങളുടെ ഒരു വല്യമ്മച്ചി പറയടാ, ഉന്തി മരത്തെ കയറ്റിയ നെഞ്ചൊരയും. ഒരുത്തിന് മരത്തെ കയറാൻ ഒരു താല്പര്യമോ ഇല്ല. അവനെ നമ്മൾ ഉന്തി കയറ്റി നമ്മൾ അങ്ങേറ്റം അവൻ പിടിവിടും എന്നൊരു എന്തിനാ? ഇതിനൊരു കാംക്ഷ വേണ്ടേ? താല്പര്യം വേണം. എനിക്ക് ദൈവത്തെ ആരാധിക്കണം, എനിക്ക് ദൈവത്തെ സേവിക്കണം, എനിക്ക് കർത്താവിനെ സാക്ഷിക്കണം, എനിക്ക് ദൈവവൈതലാ ജീവിക്കണം. കാക്ഷിക്കുന്നവൻ ഇതിനകത്ത് ദൈവമാക്കും. ചിലർക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ അവർ പറയുന്ന ഇനിയും യോഗം ഉണ്ടോന്നാ. എനിക്ക് രക്ഷിക്കപ്പെടണമെന്നൊക്കെ ഉണ്ട് തങ്കച്ച, എനിക്ക് സ്നാനപ്പെടണമെന്നും ഉണ്ട്. നിങ്ങളുടെ ആ തമ്പേരടിയും പാട്ടും കേൾക്കുമ്പോൾ എനിക്ക് അങ്ങ് തോന്നുക നിങ്ങളുടെ കൂടെ. ഞാൻ പെന്തിക്കോസ് വന്നപ്പോൾ ഞങ്ങളുടെ ഒരു ഉപ്പാപ്പൻ ഉണ്ടായിരുന്നതിനോട് ഇയാൾ പെന്തിക്കോസിലാണോ? ഞാൻ പറഞ്ഞു പെന്തിക്കോസിലാ, മുടിഞ്ഞു പോവുകയുള്ളെന്ന്. എൻ്റെ മുഖത്ത് നോക്കിയാ പറഞ്ഞ്. ഞാനൊന്നും പറഞ്ഞില്ല, സ്തോത്രം പറഞ്ഞ്. സ്തോത്രം. കുറേ നാൾ കഴിഞ്ഞ് ഞാൻ വെളിയിലൊരു രാജ്യത്ത് പോയി തിരിച്ചു വന്നപ്പോൾ പുള്ളിക്ക് വെച്ചിട്ട് നന്മയൊക്കെ കൊണ്ട് എനിക്ക് ലഭിച്ചതനുസരിച്ച് കൊണ്ട് കൊടുത്ത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ദിവസം എന്നെ കണ്ടപ്പോൾ ഇയാളെ അങ്ങ് അനുകരിക്കണം കണ്ടിട്ട് എനിക്കും അങ്ങ് തോന്നുക പെന്തിക്കോസിലോട്ട്. ഇത് രണ്ടും പുള്ളിയാ പറഞ്ഞ്. സങ്കടത്തോടൊരു കാര്യം പറയാം. ആ മനുഷ്യൻ ഹൃദയാഘാതത്താൽ കടന്നുപോയി. ഇപ്പോഴും ദുഃഖമാണ്. സുവിശേഷമൊക്കെ ഞാൻ പറഞ്ഞതാ, എൻ്റെ ശൈലി പറയാം. പുള്ളി തോന്നി നിന്റെ കൂടെ അങ്ങ് തോന്നി ഇരുന്നതേ ഉള്ളൂ, വന്നില്ല. പക്ഷെ എൻ്റെ സാക്ഷ്യം പറയാം, ഞാൻ തോന്നിയപ്പോഴേ ഇതിനകത്ത് ഇറങ്ങി. ചില പറയത്തില്ല അമ്മാമേ നിങ്ങളുടെ ആ പാട്ടും പ്രാർത്ഥനയും കേൾക്കുമ്പോൾ എനിക്കും അങ്ങ് തോന്നുക. തോന്നി ഇരുന്നാൽ എൻ്റെ ഉപ്പാപ്പൻ്റെ ഗതി വരും. നീ ഗുണമാകാൻ ഞാൻ പറയാം, തോന്നുമ്പോഴേ ഇങ്ങനെ ഇറങ്ങണം. എനിക്ക് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഇടവും വലോ നോക്കണ്ട, കൈ ഉയർത്തണം. എനിക്ക് കർത്താവിനെ ജലത്തിൽ സാക്ഷിക്കണം. ഇടവും വലോ നോക്കണ്ട, കുടുംബക്കാരെ നോക്കണ്ട, അവൻ തന്റെ ഇടത്തോടിറങ്ങണം. കാക്ഷിക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും. അപ്പൊ ഇതേ തന്നെ യേശുവിനെ ഒന്ന് കണ്ടാൽ മതി. അത് അത്തിയുടെ മേളിൽ കയറിയിരുന്നു. ഒരുത്തൻ അത്തിയുടെ കീഴെ, ഒരുത്തൻ അത്തിയുടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കീഴെ ഇരുന്നാലും യേശു കാണും, മേളി ഇരുന്നാലും. അന്നേരം വേറെ രണ്ടെണ്ണം അത്തിയില കൊണ്ട് അടയാരം ഉണ്ടാക്കി മരത്തിന് മറിഞ്ഞിരിക്കുന്നു. മുഴുവൻ അത്തിക്കേസാ. പാപം ചെയ്തേ അത്തിയില കൊണ്ട് അടയാടം ഉണ്ടാക്കി. പണ്ട് മേക്കാട്ട് ബേയിച്ചാൻ നമ്മുടെ എം ബി വർഗീസ് പാസ്റ്റർ പണ്ട് പറഞ്ഞു, ദൈവം തമ്പുരാൻ വെയിലറിയുമോ, നമ്മ അവ്വായും ആദമും കൂടെ ഒരു കളി കണ്ടുപിടിച്ച്, സാറ്റ് കളി. നീ സാറ്റ് കളിച്ചാൽ യേശു നിന്നെ കണ്ടുപിടിക്കും. അവിടത്തേക്ക് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. അപ്പോൾ അത്തിയുടെ കീഴിയിരുന്നാലും കാണും, അത്തിയുടെ മേളിയിരുന്നാലും കാണും, അത്തികളെ കൊണ്ട് അടയാട് ഉണ്ടാക്കി ഒളിച്ചിരുന്നാലും അവിടുന്ന് കാണാം. അവിടുന്ന് മറഞ്ഞിരിക്കാൻ ഒക്കത്തില്ല. നീ ആമൻ സ്തോത്രം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും എല്ലാം ഉഷസിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് പോയി പാർത്താലും ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവു കാണുന്നു, ഗ്രഹിക്കുന്നു കർത്തനൻ ഹൃദയ നിരൂപണ. ദൂരത്തു നിന്നും തന്നെ ഈ അത്ഭുതം, ദൂരത്തു നിന്നും ഈ അത്ഭുതം, ഈ പരിജ്ഞാനം, ഓ ഈ പരിജ്ഞാനം അറിയുന്നു ശോധന ചെയ്തൻ അറിയുന്നു ശോധന. ശ്രദ്ധിക്കുക, ഓടിച്ചവസാനിപ്പിക്കുക. ഒന്നാമത്തെ ആയത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാണ്. രണ്ടാമത്തെ ആയത്തിൽ ആമൻ നമ്മളെ കണ്ടുപിടിക്കുന്ന ദൈവം. മൂന്നാമത്തെ ആയത്തിൽ നിത്യജീവൻ കൊടുക്കുന്ന ദൈവം. ഇനി ഓടിച്ചു പറയുക. നാലാമത്തെ ആയത്തിൽ ആ ശമരിയാക്കാരി സ്ത്രീയുമായി എന്ന് പറഞ്ഞാൽ ആമൻ അതിരുകളും ആമൻ വകതിരിവുകളും ആമൻ അതെ എന്താ ബൗണ്ടറി എല്ലാം കർത്താവ് അടിച്ച് പൊളിച്ചെന്നുള്ളതാണ്. ഇവിടുന്ന് അങ്ങോട്ട് കയറരുത്, അവിടുന്ന് ഇങ്ങോട്ട്
കയറരുത്, അപ്പുറമൊക്കത്തില്ല, ശമരിയെ കൂടെ പോകാനൊക്കത്തില്ല. ഈ നല്ല യഹൂദൻ ശമരിയെ കൂടെ പോകുകയല്ലെന്നാ, എളുപ്പം അങ്ങോട്ട് കയറാൻ എന്തായാലും പോകുകയല്ല. അഥവാ ഗതികേട് കൊണ്ട് ശമരിയെ കൂടെ പോയാലും പുള്ളി പതുക്കെ പോകലും, ഓടി അങ്ങ് പോവുകയുള്ളെന്നാ. കാരണം ഇവര് നിഷിദ്ധരാ. ഇനി അഥവാ ഓടിപ്പോയാലും ഇടയ്ക്കെങ്ങും നിൽക്കത്തുമില്ല. അതാ ശമരിയ. ഇനി അഥവാ ഇടയ്ക്കെങ്ങാനും ഓട്ടത്തിൽ കതച്ച് നിന്നാൽ തന്നെ ആരോടും മിണ്ടുകയല്ല. ഇതാ അവരുടെ രീതി. കഴിവിന്റെ പരമാവധി ശമരിയെ കൂടെ പോകുകയല്ല. ഇനി അഥവാ ഗതികേട് കൊണ്ട് പോയാൽ ഓടിയേ പോകൂ. ഇനി ഓടുന്നതിന്റെ ഇടയിൽ അല്പം ക്ഷീണം വന്നാൽ അധികം നിൽക്കത്തില്ല. ഇനി അഥവാ നിന്നാൽ തന്നെ ഒരു കുഞ്ഞുങ്ങളോട് അതിന്റെ മുഴുവൻ കെട്ട് യേശു പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ ഭാഷ പറയാ, അയിത്തോച്ചാടനം ആദ്യം നടത്തിയത് യേശുവാ. അടിച്ച് നിരപ്പാക്കി യേശു. നേരെ സൂക്ഷം ശമരിയാണ് സെന്ററിൽ കൂടെ കയറി കിണറ്റിക്കരെ ചെന്നു. ശിഷ്യന്മാര് ഭക്ഷണം കൊള്ളാൻ പോയി. സൂക്ഷം ഒരു സഹോദരി വെള്ളം കോരാൻ. അവളും ഉച്ച സമയത്ത് വന്നെന്നാ. രാവിലെയും വൈകുന്നേരം സാധാരണ വെള്ളം കോരാൻ നല്ല സമയം ആൾക്കാർ വരുന്നെന്നും. എവളെ ഉച്ചയ്ക്ക് വരാനുള്ളതിൻ്റെ കാര്യം ചിലർ പറയുന്നത് ജീവിത ശൈലികൾ അത്ര നല്ലതല്ല, അപ്പം മറ്റുള്ളവരാരും കാണണ്ട, അതുകൊണ്ടാ ആരുമില്ലാത്ത നേരം നോക്കി നട്ടുച്ചയ്ക്ക് അങ്ങനെ അധികം ആൾക്കാർ ഇല്ലല്ലോ. അപ്പം വെറുതെ ആൾക്കാരുള്ളപ്പം ചെല്ലുകയാണ് ഇവളെ പറ്റി ആവശ്യമില്ലാത്ത എല്ലാം പറയും. ചിന്നമ്മ മേരിക്കുട്ടിയോട് വരുന്നുണ്ട്. ആ പിന്നെ മറ്റേ പുള്ളിക്കാർ പറഞ്ഞു കൊഴുത്തിട്ടുണ്ട്. എന്തെല്ലാം നിങ്ങൾക്ക് ആർക്കും ഒന്നും അറിയാൻ നല്ല ഒപ്പിക്കുന്ന ആൾക്കാരായിരിക്കുന്നത്. അപ്പൊ ഇത് പറഞ്ഞിട്ട് ആർക്കും ഒന്നും കപ്പലേ നീ ആടി പ്ലെയിനെ കയറുന്നതാ ചിലത്. അപ്പൊ ഞാനിത് പറഞ്ഞിട്ട് ആർക്കും ഒന്നും എട്ടും പൊട്ടും തിരിയാത്ത പോലെ എന്തെല്ലാം അഭിപ്രായം പറയും. അപ്പൊ ഇവിടെ വെറുതെ ഒരു അഭിപ്രായ വ്യത്യാസം വേണ്ട. സൂക്ഷ ആരും കാണാതിരിക്കാനാ ഉച്ചയ്ക്ക് അങ്ങോട്ട് ചെന്നത്. സൂക്ഷ യേശു. ആർക്കും വേണ്ടാത്തവരെ യേശുവിന് വേണം. എല്ലാവരും തള്ളിക്കളയുന്നവര് യേശുവിന് ആവശ്യമാണ്. എല്ലാവരും ഉപേക്ഷിക്കുന്നവര് യേശുവിന് ആവശ്യമാണ്. നിന്റെ കുടുംബക്കാരും ചാർച്ചക്കാരും സ്നേഹിതരും വേണ്ടപ്പെട്ടവര് സഭക്കാരും ഒക്കെ നിന്നെ തള്ളിയെങ്കിൽ നിരാശപ്പെട്ടു പോകണ്ട. യേശുവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ആ സ്ത്രീയുമായിട്ടുള്ള സംഭാഷണം എന്ത് മാന്യമായിട്ടാണ് കർത്താവ് ഇടപെട്ടത്. ആ സ്ത്രീയെ കണ്ടുടനെ അവിടെ മുൻകാല ചരിത്രമെല്ലാം വിളിച്ചു പോവുമായിരുന്നോ? പെട്ടെന്ന് വെള്ളം കൊണ്ടുപാടിയില്ലെങ്കിൽ ഞാൻ അവൻ്റെ യൂട്യൂബിൽ കൊടുക്കും നിന്റെ ചരിത്രമെല്ലാം. അപ്പൊ അങ്ങനത്തെ ഒരു കാലമാണല്ലോ. യേശു ഒന്നും പറഞ്ഞു. എന്ത് ബഹുമാനത്തോടെ ആ സ്ത്രീയോട് കുടിക്കാൻ ഇച്ചിരെ. നമ്മളെങ്ങാനും താമസിച്ചാ പറയും, ആ പെട്ടെന്ന് എൻ്റെ വാട്സപ്പ് ഉണ്ടെന്ന് ഓർത്തോണം. യേശു അതൊന്നും ചെയ്തില്ല. എന്ത് മാന്യമായിട്ടാണ് ഇടപെട്ടത്. അതാ യേശു. അവളോട് വളരെ ബഹുമാന പുരസ്കരമായ യേശു ഇടപെട്ടത്. അപ്പൊ അവള് പറഞ്ഞു, യഹൂദനാകുന്ന നീ ശമരിയകാരിയായ എന്നോട്. എനിക്ക് തോന്നുന്ന ഇത് ഈ ഭാഗം നന്നായിട്ട് കുമാരനാശാൻ വായിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ചിന്ത. അതുകൊണ്ടാണല്ലോ ഒരു പേര് ഞാൻ മറന്നു പോലല്ല, ചണ്ടാലഭിഷേകി. അതാരാ പറഞ്ഞേ? വന്ന് ടീച്ചറാണെന്നല്ലോ. അതുകൊണ്ട് ആശാൻ അങ്ങനല്ലേ? ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കുളിർ തണ്ണീരിതാശുനി ഓമല്ലേ തരൂതെല്ലാം നദു കേട്ടു ആമനു. മറന്നുപോയോ? അല്ലല്ലെന്തു കഥയിതു കഷ്ടമേ അല്ലലാലന്നു ജാതി മറന്നിതോ നീചനാരി തൻ കയ്യാൽ ജലം വാങ്ങി. ചൊല്ലേ മാമ പാടുന്നുണ്ട്. അതിൽ വന്നത് ഗുണമായി. എന്തായാലും കൊള്ളാം, ആ കെട്ട് യേശു പൊട്ടിച്ചു. സ്തോത്രം. അതാണ് യോഹന്നാൻ 4. ഓടിച്ചവസാനിപ്പിക്കാം. 5-ാമത്തെ ആയത്തിൽ സകല ദീനങ്ങളും വ്യാധികളും പൊറുപ്പിക്കുന്ന ദൈവം. കൊളക്കരെ കിടക്കുക, ഇളക്കം നോക്കി. യേശു വന്ന് ചോദിച്ചു, സൗഖ്യമാകാൻ മനസ്സുണ്ട്. പുള്ളി സീനിയറാ, 38. പഴയ ആളാന്നേലും നടക്കാൻ മേല. സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഒന്ന് പുള്ളി പറയാ, കുളത്തിൽ ഇറക്കാൻ ഇടേ മനസ്സുണ്ടേ അത് പറ. പുള്ളി ഇങ്ങനെ ഇളക്കം കാത്ത് കിടക്കുക. അങ്ങനെ ഇളക്കം കാത്തിരിക്കുക. ആദ്യം വന്ന് ആരാധിക്കത്തില്ല, നമുക്ക് ഒടുവിൽ ഒരു ഇളക്കം കാണും. ഇന്ന് കാണുകയല്ല, മുമ്പേ ഇളകിയായിരുന്നല്ലോ. എന്തായാലും കൊള്ളാം. യേശു പറഞ്ഞു, കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞു.
അന്നേരം അവന് സൗഖ്യം. എന്റെ ഭാഷ പറഞ്ഞ അവനെ യേശു ഡ്രില്ല് കളിപ്പിച്ചില്ല. തെക്കോട്ടൊന്ന് നടത്തി, പിന്നെ ബ്രദർ ഇങ്ങോട്ടൊന്ന് തന്നാട്ടെ, പിന്നെ അങ്ങോട്ടൊന്ന്. ഇപ്പോൾ ബ്രദറിന് എന്തോ തോന്നുന്നു, ഒന്നും തോന്നുന്നില്ല. ബ്രദറെ ഈ ബ്രദർ ആ ബ്രദറിനെ ഈ ബ്രദറിന്റെ ഇടയ്ക്ക് കൊണ്ടുവന്നപ്പം ആ ബ്രദർ എന്തോ ചുമ്മാ. യേശു ആരും ഡ്രില്ല് കളിപ്പിച്ചില്ല. തെക്കോട്ട് ഓടറാ, പടിഞ്ഞാട്ട് ഓടറാ. പുള്ളി പറഞ്ഞു എങ്ങ് തെക്കോട്ടും മടക്കൊണ്ട് കിടക്കരുത്, വീട്ടിൽ പോടാന്ന് പറഞ്ഞു. നീ തെക്കും മടക്ക് ഓടി നടക്കുന്നേ. എന്തായാലും കൊള്ളാം. 5-ാം അധ്യായത്തിൽ സകല ദീനത്തെ അവിടുന്ന് പൂർപ്പിക്കും. ക്യാൻസർ ആണെങ്കിലും യേശുവിന് വിഷയമല്ല. ബ്രെയിൻ ട്യൂമർ ഒന്നും യേശുവിന് വിഷയമല്ല. കിഡ്നി പ്രോബ്ലം ഒന്നും യേശുവിന് വിഷയമല്ല. എത്ര അറ്റാക്ക് വരട്ടെ യേശുവിന് വിഷയമല്ല. നിന്റെ ഷുഗർ ഒന്നും യേശുവിന് വിഷയമല്ല. നീ വിശ്വസിക്ക്, ഇന്ന് രാത്രി സകല ദീനത്തെ അവൻ മാറ്റും. അവിടുന്ന് സൗഖ്യത്തിന്റെ ഉറവിടമാ. 5-ാം അധ്യായം 6-ാം അധ്യായത്തിൽ ജീവന്റെ അപ്പമാ സ്വർഗത്തിൽ നിറങ്ങുമെന്ന ജീവന്റെ അപ്പം. അവിടുത്തെ തിന്നുന്നവൻ അവിടുത്തെ മൂലം ജീവിക്കുന്നതാ. വിവരിക്കുന്നില്ല. 7-ാം അധ്യായം അവന്റെ ആത്മാവിന്റെ നിറവിനെ കൊടുക്കുന്നത്. 8-ാം അധ്യായം ഇരുള് മൂടിയ ലോകത്തിൽ വെളിച്ചമാകുന്ന യേശു. മനുഷ്യൻ വെട്ടം തേടി നടക്കുക. യേശു പറയാ ഞാൻ ആ ലോകത്തിന്റെ വെളിച്ചം. 9-ാം അധ്യായത്തിൽ പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കി അത്ഭുതം കണ്ട ദൈവം. 10-ാം അധ്യായത്തിൽ അവൻ നല്ല ഇടയനായ ദൈവം. ആടുകൾക്ക് വേണ്ടി ജീവനെ തരുന്നവൻ, ആടുകളെ ശബ്ദമറിയുന്നവൻ, ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നവൻ, ആടുകളെ അവൻ തോളിലേറ്റ് നടത്തുന്നവൻ, ആടുകൾക്ക് വേണ്ടി ജീവനെ തന്നവൻ, നല്ല ഇടയനാകുന്ന യേശു. 11, 12 അധ്യായം മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം വിവരിക്കുന്നില്ല. 13-ാം അധ്യായം പെസഹായ. അതിന്റെ ചരിത്രം നിങ്ങൾക്കറിയാം. 14-ാം അധ്യായത്തിലാ വായിച്ചത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഞാൻ സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് അയ്യോ സമയമായല്ലോ. 5 മിനിറ്റ് കൊണ്ടത്. സ്തോത്രം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. തന്റെ അരുമ ശിഷ്യന്മാരോട് യേശു പറയാ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഇന്ന് എന്നെ കേൾക്കുന്ന പലരും പല വിഷയത്തിൽ കലങ്ങിയായിരിക്കും വന്നിരിക്കുന്നത്. സാമ്പത്തിക വിഷയത്തിൽ, ശാരീരിക വിഷയത്തിൽ, കുടുംബ പശ്ചാത്തലത്തിൽ, സമൂഹത്തോടുള്ള ബന്ധത്തിൽ, കുടുംബത്തോടുള്ള ബന്ധത്തിൽ, ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടും മാതാപിതാക്കളുടെ ബന്ധത്തിൽ, പല വിഷയത്തിൽ പറയാൻ പറ്റുന്ന വിഷയം കാണും, പറയാൻ പാടില്ലാത്ത വിഷയങ്ങൾ കാണും. പക്ഷെ ഇതെല്ലാം അറിയുന്നൊരു ദൈവമുണ്ട്. ആ കർത്താവ് ഇന്ന് രാത്രി നിന്നോട് പറയാ, ഹൃദയം കലങ്ങരുത്. എന്താ കർത്താവ് ഇങ്ങനെ പറയാൻ കാര്യം? ഹൃദയം കലങ്ങരുത്. ഇത് പറയാൻ കാര്യം 13-ാം അധ്യായം ഞാൻ പറയാറുണ്ട്. പെസഹായ അവൻ വലിയ മാളിക മുറിയില്ല പെസഹ നടത്തുന്നത്. വിശദീകരിക്കുന്നില്ല. കർത്താവ് സമയമായപ്പോൾ ശിഷ്യന്മാർ വന്ന് ചോദിച്ചു, ഗുരു ഞങ്ങൾ എവിടെ പെസഹ ഒരുക്കേണ്ടത്? അത് ചോദിക്കാൻ കാര്യം, കയറി കിടക്കാൻ ഇടമില്ല, യോഗം സ്ഥലത്താൻ സ്ഥലമില്ല, ഇരുന്ന് പ്രസംഗിക്കാൻ ഇടമില്ല. വല്ലവരുടെയും പടകും വല്ല സ്ഥലവും ഒക്കെയായി ഈ യോഗം നടത്തുന്നത്. അന്തി ഉറങ്ങുന്നത് വല്ല വീട്ടിൽ വെക്കുക. ആമ ചില സന്ദർഭത്തിൽ ചിലപ്പോൾ മലയിലിരുന്ന് പ്രാർത്ഥിക്കുക. ആമ യാതൊരു ഗതിയില്ല. മാനുഷിക നിലയിൽ പറഞ്ഞാൽ ജന്മസ്ഥലം മടിയമ്പലം, ശയ്യാഗ്രഹം കൊച്ചുന്തോഷിയുടെ പാട്ട, അരക്കാശിന് മുതലുമില്ല, ഒന്നുമില്ല. നാടൻ ഭാഷ, നമ്മുടെ ഭാഷ പറഞ്ഞ ഗതികേടാ. ശിഷ്യന്മാരതുകൊണ്ടാണ് വന്ന് ചോദിച്ചത്, ഗുരു ഞങ്ങൾ എവിടാ പെസഹ? അപ്പൊ കർത്താവ് പറഞ്ഞു, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിലോ? പെസഹയ്ക്ക് എന്തിനാ കഴുത? നിങ്ങൾക്ക് എതിരെയുള്ള നഗരത്തിൽ ചെല്ലണം. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഒരു മനുഷ്യൻ ഒരു കുടം വെള്ളം കോരിക്കൊണ്ട് നിങ്ങൾക്ക് എതിർപ്പെടും. അന്നേരം അവന്റെ കുടവും വെള്ളവും തട്ടി താഴെ ഇടണം. ഇപ്പോൾ അതോടെ വെള്ളം കോരിക്കൊണ്ട് അവനെ ഒന്നും ചെയ്യണ്ട, അവൻ വെള്ളം കോരിക്കൊണ്ട് പോയിക്കോട്ടെ, നിങ്ങൾ അവന്റെ പുറകെ പോകണം. അവനൊരു വലിയ വീട്ടിലോട്ട് കയറും, നിങ്ങൾ ആ വീട്ടിൽ കയറണം. അപ്പം വീട്ടുടെ അവൻ ചോദിക്കും എന്താ? അന്നേരം പറയണം, ഗുരുവിന് പെസഹ ഒരുക്കാൻ ശാല. അപ്പോൾ അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക കാണിക്കും, അവിടെ ഒരുക്കണം. ഈ പ്രവചനം അതുപോലെ അങ്ങ് നടന്നു. ഓടിച്ച് അവസാനിപ്പിക്കാം. യേശു ശിഷ്യന്മാരും ആ വൻമാളിക ചെന്നു. അപ്പർ റൂം എന്നാ, ഫർണിഷ്ഡ് റൂം എന്നാ എഴുതിയേക്കുന്നത്. എല്ലാം നല്ല പിള്ളേരുടെ ഭാഷ പറഞ്ഞ സെറ്റപ്പാ. അപ്പൊ എൻ്റെ ഒരു ഭാവനയാ, 12 പേര് വിരിക്കുക, ഗുരുവുമുണ്ട്. ഇവരെവിടെ ചെന്ന വീടും ചുറ്റുപാടും എല്ലാം കണ്ട് എൻ്റെ ഭാഷ പറഞ്ഞ അന്തം വിട്ടുപോയി. അന്തം വിട്ടു. കാരണം ഇവർ മിക്കവരും കടപ്പുറത്ത് ജീവിച്ചവരും മുക്കുവക്കൂടിൽ ജീവിച്ചവരും സാധാരണക്കാരും വിദ്യാഭ്യാസമില്ലാത്തവർ, അങ്ങനെ ആണല്ലോ പുസ്തകത്തില്. ഇങ്ങനെയുള്ള ഇവരെല്ലാം ഈ പട്ടണത്തിലെ ടൗണിലെ വീട്ടിൽ ചെന്ന് ഈ വീടിന്റെ പണിയും അതിന്റെ ഫർണിഷിങ്ങും ഇതെല്ലാം കൂടെ കണ്ട് അന്തം വിട്ടുപോയി. അപ്പൊ ശിഷ്യന്മാർ നമ്മളാണ് നന്നായിട്ട് അഭിപ്രായം പറയുന്ന ആൾക്കാരാ. അപ്പം തോമാസ് അന്ത്രയോസിനോട് പറഞ്ഞു, ഇത് ഭയങ്കരം വീടാ അന്ത്രയോസ്. പുള്ളിയും പറഞ്ഞു, ഞാനും വന്നപ്പം മുതൽ നോക്കിക്കൊണ്ടിരിക്കുക. ഒരുത്തം പറഞ്ഞ ലൈറ്റ് എല്ലാം വെളിയിൽ നിന്ന് കൊണ്ടുവന്നാന്നാ. ഒരുത്തം പറഞ്ഞു, ഞാൻ ഈ സെറ്റിയിൽ നിന്നിട്ട് എനിക്ക് എഴുന്നേക്കാൻ തോന്നുന്നില്ല,
നല്ല സുഖമുണ്ടെന്ന് ഞാൻ കൂടെ ഇങ്ങനെ പല അഭിപ്രായങ്ങളാണ്. അപ്പം ഒരുത്തൻ പറഞ്ഞു, ഏതായാലും നമ്മൾ പുള്ളിയുടെ കൂടെ കൂടിയത് കൊണ്ട് ഇത് കാണാനെങ്കിലും, അല്ല അതാ അതിൻ്റെ പരമാർത്ഥം. അതെ, ഒരുത്തൻ പറഞ്ഞു, നമുക്കിതൊക്കെ കാണാനേ യോഗമുള്ളൂ. ഉടനെ ഒരുത്തൻ പറഞ്ഞ്, നിങ്ങൾ അതും ഇതും പറയാതെ പെട്ടെന്ന് കാര്യങ്ങൾ നടത്ത്, പുള്ളി ഇപ്പം പോകും, പുള്ളി പോയാൽ പിന്നെ നമ്മളെ ഇതിനകത്ത് ഇരുത്തുകയില്ല. ഉടനെ ഒരുത്തൻ പറഞ്ഞ്, പുള്ളി ഇവിടുന്ന് പോകുമെന്നല്ല, കഴിഞ്ഞ യോഗത്തിന് പറഞ്ഞ് പുള്ളി ഇവിടുന്ന് മൊത്തം അങ്ങ് പോകുകയെന്നാ പറഞ്ഞു. കുറച്ചൊന്നും കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, ഞാൻ പോകുകയെന്ന് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം പറഞ്ഞ് ഇവരുടെ ഹൃദയം അങ്ങ് കലങ്ങി. എൻ്റെ ഒരു അഭിപ്രായം, ആ വാക്യം നിങ്ങൾ ചേർത്ത് പഠിച്ചാൽ അറിയാം, ഈ വീടും അതിൻ്റെ പണിയൊക്കെ കണ്ട കൂടുതലും കലങ്ങിയതേ. അതുകൊണ്ടാ കർത്താവ് 14-ാം അധ്യായത്തിൽ അടുത്ത പരാമർശം പറഞ്ഞു, ഒരു വീട് ഞാൻ ഒരുക്കുന്നുണ്ടെന്ന്. ഈ വീട് കണ്ട് കലങ്ങരുത്, ഇവിടുത്തെ പണികൾ കണ്ടും കലങ്ങരുത്, ഇവിടുത്തെ ഡാഡിമോട് കണ്ട് ദൈവമക്കളെ കലങ്ങരുത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉന്നതമായി ഒരുക്കുന്നുണ്ട്. പെട്ടെന്ന് നിർത്താം. എന്തുകൊണ്ടാ ഹൃദയം കലങ്ങരുതെന്ന് പറഞ്ഞത്? 3-4 കാര്യം അത് വിശദീകരിക്കുന്നില്ല. ഒന്ന്, ഹൃദയം കലങ്ങരുതെന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം, നമുക്കൊരു ദൈവമുണ്ട്. അല്ല, ദൈവത്തിൽ വിശ്വസിപ്പീൻ. ഏത് ദൈവം? സത്യദൈവം, ഏകദൈവം, നിത്യദൈവം, സാക്ഷാൽ ദൈവം, സർവജ്ഞനായ ദൈവം. ഈ ഉളവായതൊന്നും മുമ്പേ ഓർപ്പിച്ചല്ലോ, അവനെ കൂടാതെ ഉളവായതല്ല. സാറ കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗമുണ്ട് ദൈവത്തെ പറ്റി, എല്ലായിടത്തും പറയുന്നതാ, സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ. ഏതാ ഈ ദൈവം? സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ. ഹൈന്ദവ പുരാണമൊക്കെ പഠിക്കുമ്പോൾ 14 ലോകമുണ്ടെന്ന്. ആയിക്കോട്ടെ, അതെല്ലാം വിതലം നിതല സുതലം സകല ലോകങ്ങളും. സാറിന്റെ പ്രയോഗമാ, സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ദേവവൃന്ദവാന്തിതപദാപുരൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ, ആഗമാകാരന്മാരിലാതവൻ മോദതും ദർഭാഗമപ്പൊരുളാകിരിക്ക ഏലെന്നോര പ്രിയമാം നാമമോദികത് മൂലവസ്തുവാ നാഥൻ ഉപദേശിച്ചതല്ലോ. മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമം ഈശനാൽ പ്രകർഷിതമെന്നേ വേണ്ടൂ. ഗൂഢവിഗ്രഹനായിട്ടെങ്കിലും വർത്തിക്കലും കൂടസ്ഥൻ നിജാശകൻ ആത്മാവെന്ന് വരണ്ടും കാലാനുതാരം പ്രകടീകരിച്ചിടും മുൻപകാലത്ത് കളകണ്ഡങ്ങളെ ഊചിതം പോലെ. അല്ലായെങ്കിൽ അതീശനെ മാനുജരരുകെന്നാൽ ഇവൻ അഗാധസ്ഥിതനല്ലോ. പ്രപഞ്ചത്തിന്റെ മൂലകണ്ഡത്തെ കണ്ടെത്തുവാൻ പ്രപഞ്ചവാസികൾക്ക് കഴിവില്ലായ്ക മൂലം വിശദീകരിക്കുന്നില്ല. ഈ കാണുന്ന സകലത്തെ നിർമ്മിച്ച സത്യദൈവമായ, ഏകദൈവമായ, നിത്യദൈവമായ ഒരുവൻ നമുക്ക് സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് ഹൃദയം കലങ്ങരുത്. അപ്പനില്ലെങ്കിലും അമ്മയില്ലെങ്കിലും സഹോദരങ്ങളിലും നീ അനാഥാലയത്തിലാണെങ്കിലും നിരാശപ്പെട്ടു പോകരുത്. നിനക്കൊരു ദൈവമുണ്ട്, അത് ഏക സത്യദൈവമായ നിത്യദൈവം. അതുകൊണ്ട് ഹൃദയം കലങ്ങരുത്. എൻ്റെ വാക്കുകൾ അങ്ങ് നിർത്തുക. ഞാന് ഈ നമ്മള് യോഗ വെച്ചിട്ട് മുമ്പോട്ട് നീട്ടിയാലേ പ്രശ്നമുള്ളു. അത് നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും പേടിയാ. ഇന്നലെ ആണ്ട് ഞാൻ ഒരു സ്ഥലത്ത് യോഗത്തിന് 11:45 ഓരോ പോസ്റ്റേലും ഇല്ല കോളാമ്പി വെച്ച് അതിന് സ്പെഷ്യൽ അനുമതി ഉണ്ടെന്നാ തോന്നില്ലയോ? ഓരോ പോസ്റ്റേലും എവിടാന്നൊന്നും ഇപ്പൊ ചോദിക്കണ്ട. നമ്മൾ ഒരു അല്പം പോയ ഉടനെ ബൈബിളിന്റെ സിപ്പിട്ട് കാണിക്കും. ആരുടെയും കുഴപ്പമല്ല, നമുക്കാണല്ലോ കുഴപ്പം. ആട്ടെ, നമ്മൾ ഞങ്ങൾ നിർത്തുക. നമുക്ക് ദൈവം അനുവദിച്ചാലും പിന്നെ എങ്ങാനും അനുവദിക്കാന്ന് കൂടാ. അതിൽ ഇത്രയും ഒത്തല്ലോ. ദൈവം തൈമച്ചാനെ എന്തൊക്കെ എന്ത് നമ്മുടെ ഭാര്യ എന്ത് ഏതാ ജോടി വെളിയിൽ ഇറങ്ങുമോ? ദൈവം ആ സഹോദരി അനുഗ്രഹിക്കട്ടെ. പുള്ളിക്കാരി വരാനാ യോഗം ഇങ്ങനെ നീട്ടുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. നമുക്കൊരു ദൈവമുണ്ട്. ഹൃദയം കലങ്ങരുത്. 2, ഹൃദയം കലങ്ങരുതെന്ന് പറയാൻ കാര്യം, നമുക്കൊരു സ്ഥലം ഒരുക്കാൻ പോയിരിക്കുക. ശിഷ്യന്മാരോട് പറയാ, നിങ്ങൾ ഈ പട്ടണത്തിലേക്ക് ടൗണിലെ വീട് കണ്ടല്ലേ മനപ്പീട വന്നത്? ഈ വീട് ഇത് നശിച്ചു പോകുന്നതാ. ലത്തൂരിലെ ഭൂകമ്പം നമുക്കറിയാം, വരാതിരിക്കട്ടെ. അടുത്ത സമയത്തുള്ള ഭൂകമ്പമെല്ലാം കണ്ടല്ലോ. പപ്പടം പൊടിയും പോലെ അല്ല, ഇത് മുഴുവൻ ഭൗതിക സാധനങ്ങൾ കൊണ്ടാ, മെറ്റീരിയലാ. മണ്ണും കല്ലും കട്ടയും കമ്പിയും സിമെന്റും ഇതെല്ലാം ഒരു ചെറിയ അനക്കം, ആക്സിഡന്റിലെ
ചെറുതായിട്ട് അന്നേരം തീരും. പക്ഷെ ആരും തകർക്കാത്ത ഒന്ന് പണിയുന്നുണ്ട്. ടിപ്പിയങ്കാർ പാടുന്ന ഒരു പാട്ടുണ്ട്. ഒന്ന് ഏതായാലും സമയം പോയി, തല്ലുകൊണ്ടാ ഞാൻ കൊണ്ടോളാം. ഏതായാലും ഞാൻ തല്ലു കൊണ്ടുകൊണ്ടിരിക്കുക കുറെ നാളുകൊണ്ട്. വിടന്നൊരുക്കി മിന്നിൽ വേഗം വരും തേജസ്സിൽ എന്നൂര ചെയ്തു പോയ എൻ പ്രാണനാഥൻ. വീടൊന്നൊരുക്കി മിന്നിൽ വേഗം വരും തേജസ്സിൽ എന്നൂര ചെയ്തു പോയ എൻ പ്രാണനാഥൻ. വാക്കുമാറുകില്ല, താമസിക്കുകില്ല, വാക്കുമാറുകില്ല, താമസിക്കുകില്ല, വാക്കപ്പോൾ വെളിപ്പെടുമേ. ഓ യേശുവേ ഞാൻ കണ്ടിടുന്നു, കൺമണി പോലെന്നെ കാക്കുന്നു. ഓ കൃപയിൻ നിറവാൻ കരുണമയനാൻ കാരുണ്യവാനായി രക്ഷകനായി. സമയമില്ല, കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ഹൃദയം കലകരുത്. ഒന്ന്, ഒരു സത്യദൈവം നമുക്കുണ്ട്. രണ്ട്, നമുക്കൊരു പാർപ്പിടം ഒരുക്കുന്നുണ്ട്. ഐഡൂര്യം, മാണിക്യം, നഗവർണി, പുഷ്യരാഗം, ഗോമേരകം, പൽപരാഗം, സുഗന്ധിരക്കം എന്ന് വേണ്ട രത്നങ്ങളാൽ അലങ്കൃതമായ ഒരു പട്ടണം, ഒരു പത്തനം എനിക്ക് നിനക്ക് വേണ്ടി ഒരുക്കുന്നുണ്ടെന്ന്. നീ ഇന്ന് ലക്ഷം വീട്ടിലായിരിക്കും താമസിക്കുന്ന, പുറമ്പോക്കിലായിരിക്കും. അവൻ കർത്താവ് വരാൻ താമസിച്ച സ്ഥിതിക്കൊക്കെ ദൈവം മാറ്റം വരും. അഥവാ വന്നില്ലെങ്കിൽ നീ ഭാരപ്പെട്ട് ചഞ്ചലിച്ചു പോകരുത്. ആരും തകർത്ത് കളയാത്ത, ആരും പൊളിച്ചു കളയാത്ത, ആരും നശിപ്പിച്ചു കളയാത്ത ഒരു പുത്തൻ പട്ടണം നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. അത് ഒരുക്കാനാണ് അവിടെ നിന്ന് കടന്നു പോയേക്കുന്നത്. സ്വച്ഛ സ്ഫടിക തങ്കത്തുല്യ നിർമ്മിതമായ ആ പട്ടണത്തിൽ തെരുക്കളിൽ കൂടി വിശ്വാസ കണ്ണുകളാൽ നടക്കുന്നത് ഇന്ന് രാത്രി കണ്ട് നീ പ്രത്യാശയോടെ വേണം ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ. ഹല്ലേലൂയ. ഈ ശരീരത്തോടല്ല, മാംസരക്തങ്ങൾ ദൈവരാജ്യം അവകാശമാക്കത്തിൽ പുത്തൻ ശരീരം നമുക്ക് കിട്ടുമെന്ന് പ്രത്യാശ ഉണ്ടെങ്കിൽ ദൈവത്തിന് മഹത്വപ്പെട്. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായ അമർത്യത്തെ ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായ അമർത്യത്തെ ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ള വചനം നിവർത്തിയാകും എന്ന് പറഞ്ഞ ഈ ശരീരമല്ലെന്ന് വേറൊരു ശരീരം വലിയ വിശ്വാസമില്ലെന്ന് തോന്നുന്നു. കിട്ടുകയല്ലേ? പക്ഷെ ഒരുവൻ മരിച്ചവൻ എങ്ങനെ വരുമെന്ന് ഏത് ശരീരത്തോ വരുമെന്ന് ചോദിക്കുന്നത് മൂഢ. നീ വിതയ്ക്കുന്നത് ചത്തിയില്ലെങ്കിൽ തനിയായിരിക്കും. നീ വിതയ്ക്കുന്നത് ഗോതമ്പിന്റെയോ മറ്റു പട്ടതിനെയോ മണികളത്തിന് ദൈവമോ ഓരോന്നിനെ അതതിന്റെ ശരീരം കൊടുക്കുക. സകല മാംസം ഒരുപോലുള്ള മാംസമല്ല. പക്ഷിക്കട മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ, മൃഗങ്ങളുടെ മാംസം വേറെ. ഭൗമ ശരീരമുണ്ട്, സ്വർഗീയ ശരീരമുണ്ട്. ഭൗമ ശരീരത്തിന്റെ തേജസ് വേറെ, സ്വർഗീയ ശരീരത്തിന്റെ തേജസ് വേറെ. ഒരു പുത്തൻ ശരീരം കിട്ടും. ആ ശരീരധാരികളായി ആരും അപഹരിക്കാത്ത പട്ടണത്തിൽ, ആ ഭവനത്തിൽ നാം ചെന്നു ചേരും. അതാണ് നമ്മുടെ പ്രത്യാശ. ഹൃദയം കലങ്ങരുത്. ഒന്ന്, നമുക്കൊരു ദൈവമുണ്ട്. രണ്ട്, ഒരു ഭവനം ഒരുക്കുന്നുണ്ട്. മൂന്ന്, പറഞ്ഞു നിർത്തുക, അവിടുന്ന് തിരിച്ചു വരും. എന്തിനാ? തിരുസഭയെ ചേർക്കാൻ. പോണോ? പോണമെങ്കിൽ അതിന്റെ ഓർഡർ പറയാം. ഒന്ന്, മാനസാന്തരപ്പെടണം, രക്ഷിക്കപ്പെടണം, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. രണ്ട്, അവിടെ പോകാനുള്ള മാർഗമാണ് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. ഇവിടെ വാഴക്കുണ്ടം കടവിൽ വെള്ളമില്ല അമ്മാമേ. ആരും മുക്കാനില്ലേ, എന്നെ വിളിച്ചാൽ മതി, മുക്കും. കുട്ടനാട്ടുകാരനായതുകൊണ്ട് മൂക്കി വെള്ളം കയറാതെ പരുവത്തിന് ഞാൻ മുക്കിയെടുക്കാം. പണ്ടൊരു അപ്പച്ചനെ എം പി വർഗീസ് പാസ്റ്റർ പറഞ്ഞാൽ മുക്കി അങ്ങോട്ട് സൂക്കേട് തീർന്നല്ലോ എന്ന്. സൂക്കേട് തീർക്കാനല്ല മുക്കുന്നത്, യേശുവിനോട് ചേരാനാ, യേശുവിനെ ധരിക്കാനാ. അവിടുത്തെ മരണ പുനരുദ്ധ അടക്കത്തോട് ഏകീഭവിക്കാനാ സ്നാനം. സ്നാനമോ ഇതോടെ പറഞ്ഞേച്ചേ പോകുന്നുള്ളൂ, നാളെ യോഗം ഇല്ല. അവിടെ പറയാതെ പോയാൽ എനിക്ക് കണക്ക് കൊടുക്കണ്ടതാ. ഇത്രയും പേരെ കിട്ടിയതല്ലേ കൈക്ക്. പിന്നെ സ്തോത്രം. സ്നാനമോ ജഡത്തിന്റെ അടിക്ക് കളയാനല്ല, പെന്തിക്കോസിൽ ചേരാനുമല്ല, നീ യേശുവിനോട് ചേരാനാ, യേശുവിനെ ധരിക്കാനാ. അവിടുത്തെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കാനാ. സ്തോത്രം. ഞാൻ സ്നാനപ്പെടാൻ നേരത്ത് പ്രശ്നമായിരുന്നു. മുക്കരുതെന്ന് ഞങ്ങളുടെ അമ്മയും വീട്ടുകാരും എല്ലാം പറഞ്ഞു. എന്തായാലും മുങ്ങുമെന്ന് ഞാനും അങ്ങ് തീരുമാനിച്ചു. വലിയ പ്രശ്നമായിരുന്നു. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളിൽ കൂടി മുങ്ങിയവരുണ്ട്. ആകെ ഒരു ജോഡി ഡ്രസ്സേ ഉള്ളൂ, ഇട്ടത് മാത്രം, വേറെ ഇല്ല. പെന്തിക്കോസിൽ പോയിട്ട് അന്ന് തന്നില്ല.
അതിട്ടുകൊണ്ട് മുങ്ങി. എനിക്ക് മുങ്ങണമെന്നായിരുന്നു, മുങ്ങി, രക്ഷപ്പെട്ടു. മുങ്ങി കരക്ക് കയറിയപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നിടത്ത് ചെന്നപ്പോൾ ഡ്രസ്സ് ഞാൻ പറഞ്ഞില്ല. അയ്യോടി, ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഇത് വേറൊരു ദൈവദാസന്റെ സഹോദരനുണ്ട്. പിന്നെ എങ്ങനെ? ഞാൻ പറഞ്ഞു പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ, അല്ല ഇപ്പൊ എന്നാ ചെയ്യാനാ. പിന്നെ അവര് സഭായം നടക്കുക, അങ്ങോട്ട് പോകേണ്ടതാ. ഒരു മുണ്ട് കൊണ്ടുവന്ന് തന്നു. ഉടുത്തിട്ട് എനിക്ക് അന്ന് 14 വയസ്സായോ. ഉടുത്തിട്ട് മുണ്ട് തീരുന്നില്ല. കാരണം ദാനിയേലപ്പച്ചന്റെ ഭാര്യയുടെ കച്ചമുറിയാണ്. അമ്മയെന്ന് വെച്ചാൽ നല്ല പിടിപ്പുള്ള അമ്മയാണ്. ഒരു തരത്തിൽ ഞാൻ പരുവത്തന്നില്ല. ഒരു ഷർട്ടും കൊണ്ടുവന്നു. ഷർട്ട് തന്നപ്പോൾ മുട്ടിന് താഴെ വലിയൊരു പാസയുടെ ഷർട്ടാണ്. ഞാൻ പുള്ളിയോട് നിന്ന് മുണ്ടങ്ങെടുത്തോളാൻ പറഞ്ഞു. ഞാൻ ഏതായാലും ഇത് മുട്ടിന് നിങ്ങൾക്ക് ചിരി വരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ആയി സ്നാനപ്പെട്ടു. പക്ഷെ ദോഷമൊന്നും വന്നില്ല. കാരണം സഭാപ്രസംഗം 8:5 കൽപ്പന പ്രമാണിക്കുന്നവര് ഒരു ദോഷവും വരികയില്ല. സ്തോത്രം. യേശുവിൽ സ്നേഹമുള്ള സോദരരെ വരുവിൻ, കാണുവിൻ ദേവജാതൻ യോർദാൻ നദീ ജലത്തിൽ നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിത്രമോർത്തിടുവിൻ. നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിത്രമോർത്തിടുവിൻ. അപ്പൊ യേശു യോഹന്നാന്റെ കൈക്കിൽ സ്നാനപ്പെടാൻ വന്നപ്പോൾ യോഹന്നാൻ യേശുവിനെ തടഞ്ഞു. അപ്പോൾ യേശു യോഹന്നാനോട് പറയുന്ന ഭാഗം അത് സാർ എഴുതിയിട്ടുണ്ട്. മേക്കാട്ട് എംബി പാസ് നന്നായിട്ട് അത് പാടും. യേശു പറയുക, യേശു പറഞ്ഞുടനെ ദൈവിക നീതികൾക്ക്, യേശു പറഞ്ഞുടനെ ദൈവിക നീതികൾക്ക് സാഫല്യമേകിടുവാൻ ഞാനിപ്പോൾ വന്നിരിക്കെ, സാഫല്യമേകിടുവാൻ ഞാനിപ്പോൾ വന്നിരിക്കെ. മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതമായി, മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതമായി, മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതമായി, മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതമായി. ഈ ദൈവകൽപ്പനയോട് മറുത്തു മത്സരിക്കാതെ ഇന്ന് രാത്രി ഈ കൽപ്പന അനുസരിച്ച് നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാ. രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക പോരാ, ആത്മസ്നാനം പ്രാപിക്കണം. ഇല്ലെങ്കിൽ വിശ്വസിച്ച് കാത്തിരിക്കുക. ഇതാരുടെയും കുത്തകയല്ല. നിന്നെന്നൊക്കെ ചിലര് പറയുന്നു. തർക്കിക്കണ്ട. നിന്നിട്ടില്ല, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തർക്കിച്ച 2 കൂട്ടർക്കും വാക്യമുണ്ട്. ഗുരുവും ശിഷ്യനും കൂടെ ആറാട്ടുപുഴയിലും കുമ്പനാടും തർക്കത്തോട് തർക്കം. കണ്ണനം ഗുരു ആറാട്ടുപുഴ കണ്ണിക്കും, ശിഷ്യൻ കുമ്പനാട് കണ്ണിക്കും. പിന്നെ ഗുരു വന്ന് മാരാമണ്ണ് മണക്ക് കണ്ണിക്കും, ശിഷ്യൻ ചെന്ന് പുല്ലാട് കണ്ണിക്കും. കണ്ണിച്ച് എനിക്ക് തോന്നുന്നത് കേജി കുരിയച്ചനോ തോമാച്ചനോ അങ്ങാണ്ട് പറഞ്ഞു മതി. ഗുരുവിൻ്റെ കയ്യിലും ഇഷ്ടം പോലെ വാക്യമുണ്ട്, ശിഷ്യൻ്റെ കയ്യിലും. ഗുരു ആരാ? മഹാകവി സൈമൺ സാറ്. ശിഷ്യനാരാ? പ്രഗത്ഭനായ കർത്തദാസൻ KA പ്രകാമ വർഗം, ഉണ്ണുണ്ണി സാറ്, സാറപ്പച്ചൻ. അതാ ഗുരുവും ശിഷ്യൻ. 2 കൂട്ടരും കണ്ണിക്കുക. വെളുക്കോളം കണ്ണിട്ട് നടക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ കണ്ണിക്കാനില്ല, ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. നീ പ്രാർത്ഥിക്ക്. ഇത് ദൈവത്തിന്റെ ദാനമാ. ഇത് ദൈവം നിന്റെ മേൽ പകരും. നീ രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ നിറവിനെ പ്രാപിക്കണം. പോരാ, തിരുമേശ എടുക്കണം. തിരുമേശയായിട്ട് വരുമ്പോൾ ട്രാഫിക് പോലീസിനെ പോലെ നിൽക്കരുത്. കുഞ്ഞുനെ ഭക്ഷിക്കണം. പ്രാഗൽഭ്യത്തോടെ ഭക്ഷിക്ക്, സമൃദ്ധിയായ ജീവൻ തരുവന്ന. പ്രൈസ് ദി ലോർഡ്. പോരാ, വേർപാട് പാലിക്കണം. വിശുദ്ധ ജീവനം നയിക്കണം. കൂട്ടായ്മ ആചരിക്കണം. ഓരോ പ്രാർത്ഥന കഴിക്കണം. ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വരും. അതാണ് നമ്മുടെ പ്രത്യാശ. അല്ല, ഈ പ്രത്യാശയുള്ളവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. അതാണ് നമ്മുടെ പ്രത്യാശ. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിക്ക്. നിങ്ങളുടെ കൈവക്കാനും എഴുന്നേറ്റ് നിൽക്കാൻ ഞാൻ പറയുന്നില്ല. ഹൃദയത്തെ സമർപ്പിക്ക്. എന്റെ യേശുവേ, ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം. എന്റെ യേശുവേ, അങ്ങയുടെ കൽപ്പന അനുസരിക്കുവാൻ സമർപ്പിക്കുന്നു. എന്റെ യേശുവേ, ഇന്ന് രാത്രി നിന്റെ ആത്മാവിൽ എന്നെ നിറയ്ക്കണം. എന്റെ യേശുവേ, അങ്ങയ്ക്ക് വേണ്ടി എന്നെ ശിഷ്ടായുസ് സമർപ്പിക്കുന്നു. ഇന്ന് രാത്രി പ്രാർത്ഥിക്ക്. അവരെ ചേർക്കാൻ യേശു തിരിച്ചു വരും. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും ചേർന്ന് കൈകളടിച്ച് ഒരു പഴയ പാട്ടിന്റെ 2 സമയം പോയെന്നറിയാം. സ്തോത്രം. എന്നാലും 2 ശീലി പാട്ട് പാടി ഇന്ന് രാത്രി നമുക്ക് ദൈവത്തെ ആരാധിച്ചു വേണം തിരിച്ചു പോകാം. എല്ലാവരും ചേർന്ന് 2 ശീലി പാട്ട് പാടി നമുക്ക് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ പാടിയാട്ടെ. ആ മണ്ണിൽ മൗനമുറങ്ങൂ,
തന്റെ വിശുദ്ധർ എല്ലാ നിമിഷ മണ്ണി മൗനമുറങ്ങു തന്റെ വിശുദ്ധർ എല്ലാ നിമിഷ കാകല ധ്വനിയിങ്കൽ കാകല ധ്വനിയിങ്കൽ കാകല ധ്വനിയിങ്കൽ കാകല ധ്വനിയിങ്കൽ ചടികട ഉയർത്തിടും തിരുമുഖം കാണാം ചടികട ഉയർത്തിടും തിരുമുഖം കാണാം ഓ വരവേ നിന്നെ കാണാം ഓ എനിക്കധികം ഓ കൊതിയും ഉണ്ടേ വരവേ നിന്നെ അയ്യടിച്ച് ചേർന്ന് എനിക്കധികം കൊതിയും ഉണ്ടേ വരവേ നിൻമുഖം ഭരണേ നിൻമുഖം ഭരണേ നിൻമുഖം ഭരണേ നിൻമുഖം അയ്യടിച്ച് കണ്ടു കൊതി പ്രത്യാശയോടെ കൊതി തീരാനൂന്തരിക്കാതെ ശുദ്ധർ ശുദ്ധരല്ല ഓ ഗീതം പാടും ഓ തന്റെ വരവിൽ ഓ ശുദ്ധർ ശുദ്ധർ അയ്യടിച്ച് ചേർന്ന് ഗീതം പാടും തന്റെ വരവിൽ ആർത്തും ഘോഷിക്കും ആർത്തും ഘോഷിക്കും ആർത്തും ഘോഷിക്കും ആനന്ദവല്ലഭനെ എതിരേൽപ്പാ ആനന്ദവല്ലഭനെ എതിരേൽപ്പാ ഓ വരവേ നിന്നെ കാണാം എനിക്കധികം